സമയം എത്രയായിട്ടുണ്ട്? 11:18. 12:18 പടിയാണ്. എന്റെ നാട് തിരൂര. ഏകദേശം 2 മണിക്കൂർ ബൈക്കിൽ യാത്ര ചെയ്ത് 2 മണിക്കൂർ മടയേണ്ടി വരും. ഏകദേശം കുറച്ച് മോശമായിട്ടുണ്ട്. ശരിക്കും ഉണക്കിക്കോളൂ, ടൈമുണ്ട്. കേട്ടിരിക്കൂലേ? ഒരു 2 മണിക്കൂറിന്റെ മക്കളെ കാണാൻ വേണ്ടി മാത്രം വന്നതല്ല. ആണോ? ആണോ? അല്ല, എന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്. അതെന്റെ മക്കളെ കയ്യിൽ തന്നുകൊണ്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നത്. 1 മണിക്കൂർ ചോദിക്കുന്നുള്ളൂ. ആ 1 മണിക്കൂർ ഉറങ്ങാതെ ശരിയും കളിയോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് 1 മണിക്കൂറിന് തള്ളി ആക്കി കേട്ടയാ. തുടങ്ങട്ടെ തുടങ്ങട്ടെ. ആദ്യമായിട്ട് ചോദിച്ചോട്ടെ. ചോദിക്കട്ടെ. നമ്മുടെ പ്രായം നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ 15 വയസ്സുകാരുണ്ടാകും, 16 വയസ്സുകാരുണ്ടാകും, 20 വയസ്സുകാരൻ, പല പ്രായത്തിൽ നമ്മുടെ കൂട്ടത്തില്. ഒരു പക്ഷേ 15 വയസ്സാണ് എങ്കിൽ കഴിഞ്ഞ 15 വർഷങ്ങൾക്കും അതുപോലെ കഴിഞ്ഞ 15 വർഷങ്ങൾക്കും അതുപോലെ 10 മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ എവിടെയായിരുന്നു? ഉമ്മയുടെ ഗർഭാശയത്തിലോട്ട് അള്ളാഹു കൊണ്ടുപോയിട്ടത്. ഉമ്മാന്റെ ഗർഭാശയത്തിലെത്തി ഏകദേശം 21 ദിവസം കഴിഞ്ഞപ്പോൾ, 3 ആഴ്ച കഴിഞ്ഞ സമയത്ത് നമ്മളൊക്കെ നെഞ്ചത്ത് ഇപ്പൊ അങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ഹൃദയപിടിപ്പ് അനുഭവപ്പെടും. നല്ല ഹൃദയപിടിപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് അന്ന് തുടങ്ങിയതാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ എത്തിയതിനു ശേഷം 3-ാമത്തെ ആഴ്ചയിൽ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചു ഉമ്മയുടെ ഗർഭത്തിലോട്ട്. ആ വയറ്റിൽ എത്തിയതിനു ശേഷം നമ്മുടെ റബ്ബ് ആ മലക്കിന്റെ കയ്യിലായിട്ട് പേനയും കിതാബും കൊടുത്തു. അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി വെക്കുകയാണ്. ഇന്ന ആള് ഏത് ദിവസമാണ് ഉമ്മയുടെ ഗർഭാശയം പുറത്തോട്ട് പറയുന്നത്, അവൻ എന്നാണ് അവൻ ഉമ്മയുടെ അമിഞ്ഞവരെ പിടിക്കുന്നത് അവസാനിപ്പിക്കേണ്ടത്, അവൻ എന്ന് തിച്ച വെച്ച് നടക്കണം, മുട്ടുകുത്തി ഇരിക്കണം, കറങ്ങും നല്ലതുപോലെ കിടക്കണമെന്ന് അന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചു. അവൻ ഏതെല്ലാം പ്രായത്തിൽ ആരെല്ലാം കൂടെയാണ് സംസാരിക്കേണ്ടതും ബന്ധപ്പെടേണ്ടതും കൂട്ടുകൂടേണ്ടതും, അവൻ ആരെയാണ് കല്യാണം കഴിക്കേണ്ടതും, ഏത് സമയത്താണ് അവൻ മരണപ്പെടുക എന്നുള്ളത്, ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വ്യക്തമായി അന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒരു മലക്ക് മുഖേന റബ്ബ് എഴുതി വെച്ചു. സംശയമുണ്ടോ? ഇല്ല, ഉറപ്പാണ് എഴുതി വെച്ചത്. അതെല്ലാം കഴിഞ്ഞ് അള്ളാഹു മലക്കിനെ തിരിച്ചു പിടിക്കുന്നു. അള്ളാഹു മലക്കിനെ തിരിച്ചു പിടിക്കും. അതോടുകൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞ 9 മാസം കഴിഞ്ഞ് 20ഓളം ഉള്ളിൽ ഒരേ സമയം പൊട്ടുന്ന വേദന അനുഭവിച്ചുകൊണ്ട് നമ്മൾ പുറത്തോട്ട് കയറിയ ഉമ്മയുടെ വയറ്റിന് പുറത്തോട്ട് വന്നു. ഡോക്ടർ നമ്മൾ വാരിയെടുത്തു. ശരീരത്തിലെ രക്തങ്ങളെല്ലാം തുടച്ചു മാറ്റിയതിനു ശേഷം ഉമ്മയുടെ മാറത്ത് വെച്ചു കൊടുത്തു. കണ്ണുനീരോട് കൂടി വല്ലാത്ത വേദനയിലും സന്തോഷത്തോട് കൂടിയിട്ടും ഉമ്മ മാറോട് ചേർത്ത് പിടിച്ച് നെറ്റത്തൊരു മുത്തം തരും. അത് കഴിഞ്ഞ് ഡോക്ടർ നമ്മളെ വാരിയെടുത്ത് ഒരു വെള്ള ക്ലോത്ത് കൂടി പൊതിഞ്ഞതിന് ശേഷം നമ്മുടെ ലേബർ റൂമിൽ പുറത്ത് കാത്തിരിക്കുന്ന ഉപ്പാപ്പയോ മുത്തപ്പയോ കാക്കയോ ആരെങ്കിലും നമ്മളെ കൊടുക്കും. പ്രിയപ്പെട്ട ആരെങ്കിലും ഒന്നുകൊണ്ട് നമ്മുടെ വലത്തേ ചെവിയിൽ വാക്ക് കൊടുത്തു. അന്ന് മുതൽ നമ്മൾ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ദിവസം നമ്മൾ മരണപ്പെട്ടെങ്കിൽ മനുഷ്യന് വിചാരിക്കട്ടോ, മരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. പെട്ടെന്ന് ദിവസം ഞാൻ മരണപ്പെട്ട എന്റെ മയ്യത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകും. വീട്ടിലെത്തി കഴിഞ്ഞാലോ എന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ് കഫംപുടവയെല്ലാം ചുറ്റിയതിനു ശേഷം മുട്ടിൽ പഞ്ഞി വെച്ച് അകന്ന് നിൽക്കുന്ന കാലുകൾ തള്ള വിരലുകൾ കൂട്ടി വെച്ചുകൊണ്ട് വെണ്ണ തുണികളാൽ കിട്ടി പഴംപൊരി പൊതിഞ്ഞതുപോലെ വെണ്ണ പൊതിഞ്ഞ ശരീരത്തെ എല്ലാവരും കണ്ടു കഴിഞ്ഞ് നേരെ പള്ളിയിൽ 1-ാമത്തെ സുപ്പിൽ കൊണ്ടുപോയി വെക്കും. നമ്മുടെ ഉപ്പയോ ഇക്കാക്കയോ ഉപ്പാപ്പയോ ഒന്നുകൊണ്ട് നമ്മുടെ മയ്യത്ത് സ്നേഹിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കും. നമ്മള് ജനിക്കുന്ന സമയം നമ്മുടെ കാലിൽ എന്ത് കൊടുത്തു എന്ന് പറഞ്ഞത്? എന്ത്? ബാങ്ക്. ആ ബാങ്ക് ഇക്കാമത്തെ നമസ്കാരം ചെയ്തിട്ടുണ്ടോ? നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ മയ്യത്ത് നേരെ പള്ളിയിൽ 1-ാമത്തെ സുപ്പിൽ കൊണ്ടുപോയി വെച്ചു. അതുവരെ ചിലപ്പോൾ നമ്മൾ 1-ാമത്തെ സുപ്പ് കണ്ടിട്ടുണ്ടാവില്ല. അത് വാപ്പ കൊണ്ടുപോയി വെക്കും 6 അടി കാലിലായി. അവിടെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ വാപ്പ നിസ്കരിക്കൂലേ? അതിന് മുൻകൂടിയായിട്ട് ബാങ്കുണ്ടോ? ഇക്കാമത്തുണ്ടോ? ജീവിതം പഠിപ്പിക്കുന്ന ഈ 2 കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കുഞ്ഞു പാടുണ്ട്. എന്താണെന്നറിയും? കേവലം ഒരു ബാങ്കിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിലുള്ള ജീവിതം മാത്രമാണ് നമ്മുടെ, അല്ലേ? അല്ലേടാ? ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കാതെ പറഞ്ഞു. ചോദ്യം എങ്ങനെയാണ്? അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചത്? ഇബാദത്തുകൾ ചെയ്യാൻ.
അല്ലെ? ആണ്. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, സുബഹിയും അസറും ദുഹറും വാഹിബും ഇശാവും എല്ലാം നിസ്കരിക്കുന്നു. റമദാൻ എത്തിക്കഴിഞ്ഞാൽ ശാരീരികമായും മാനസികമായും ഞാൻ ഓക്കെയാണെങ്കിൽ നോമ്പെടുക്കുന്നു. സ്വതക്കം കൊടുക്കാൻ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ മാനസികമായിട്ട് ഞാൻ ഓക്കെയാണെങ്കിൽ അതും ചെയ്യുന്നു. ഉമ്മയോടും വാപ്പയോടും പ്രിയപ്പെട്ടവരോടെല്ലാം സുന്ദരമായിട്ട് നല്ല രൂപത്തിൽ പെരുമാറും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതന്നെ, എന്തിനു വേണ്ടിയിട്ടാ? സ്വർഗത്തിന് വേണ്ടിയിട്ട് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുന്ദരമായ ഒരു കണ്ണുകൾ കാണാത്ത, ഒരു കാതുകൾ കേൾക്കാത്ത സുന്ദരമാണ് സ്വർഗം ഉണ്ടാക്കി വെച്ചു നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടത്? ആ സ്വർഗത്തിന് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കഥ പറഞ്ഞാൽ പറയട്ടെ. കഴിഞ്ഞ ഏകദേശം 8-10 മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ പുതിയ ഓട്ടോണമസ് കോളേജ് ആയിട്ടുള്ള PSM കോളേജ് കേട്ടിട്ടുണ്ടോ? PSM കോളേജ് കേട്ടിട്ടുണ്ടോ? അവിടെ 2ാം വർഷം ബിരുദ വിദ്യാർത്ഥിയായിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ സാദിഖെന്നവന്റെ പേര്. എന്താ പേര്? കേട്ടില്ല? സാദിഖ്. കൂട്ടുകാരനാട്ടോ. നേരിട്ട് കണ്ടത് വളരെ കുറവാണ്. വാട്സപ്പ് നല്ല കോണ്ടാക്ട്. കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് സാധാരണ ദിവസത്തെ പോലെ അവന്റെ ജീവിതത്തിലോട്ട് ഒരു ദിവസം കടന്നു വന്നു. കല്യാണം പറഞ്ഞു കേട്ടോ. രാവിലെ അവൻ എഴുന്നേറ്റു. രാവിലെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സുബഹി നമസ്കരിച്ചു. എല്ലാം കഴിഞ്ഞ് അവന്റെ ഭക്ഷണം അവന്റെ ഉമ്മ അവന്റെ മുമ്പിലോട്ട് കൊണ്ടുവന്നു വെച്ചു. അവന്റെ ബാഗും അവന്റെ വസ്ത്രങ്ങളെല്ലാം സുന്ദരമാക്കി ധരിച്ചുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും ക്യാമ്പസിലോട്ട്. സാധിക്കും. രാവിലെ ഇറങ്ങാൻ നേരത്ത് ബാഗ് തന്റെ തോളിലിട്ടുകൊണ്ട് ബൈക്കിന്റെ ചാവിയും എടുത്ത് വീടിന്റെ പടികളെല്ലാം ചവിട്ടി ഇറങ്ങിയിട്ട് സാദിഖിനെ ഇറങ്ങാൻ നേരത്ത് ഉമ്മയെ നോക്കിക്കൊണ്ട് സലാം പറഞ്ഞു. ഉമ്മ അടുത്തോട്ട് വിളിച്ചു. കയ്യിൽ സലാം കൊടുത്ത് അവനെ കെട്ടിപ്പിടിച്ച് നെറ്റത്തിൽ മുത്തം കൊടുത്തു. പറഞ്ഞു, ഉമ്മേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സാദിഖ് നേരെ വീട്ടിൽ ഇറങ്ങി. ബൈക്കിന് നേരെ കയറി ഹെൽമെറ്റ് തന്നെ തലയിൽ വെച്ചുകൊണ്ട് ചാവി തിരിച്ചു ഓണാക്കിയിട്ട് അവന് സ്കൂളിലോട്ട് യാത്ര തിരിച്ചു ക്യാമ്പസിലോട്ട്. ഉമ്മ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരുപാട് കഴിഞ്ഞു. ഉമ്മാന്റെ കൺവെട്ടത്തിൽ നിന്ന് മറഞ്ഞെന്നറിഞ്ഞപ്പോൾ ഉമ്മ നേരെ അടുക്കളയിലോട്ട് പോയിട്ട് ഉമ്മാന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അവന് നേരെ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. 10:30 മണിക്ക് ആദ്യത്തെ ബെല്ലടിച്ചു. 10:30 മണിക്ക് ആദ്യത്തെ ബെല്ലടിച്ചു. സാധാരണ ദിവസത്തെ പോലെ കളിയും ശരിയും പഠനവുമായിട്ട് ആ ദിവസം എല്ലാം തള്ളി നിന്നു. വൈകുന്നേരം 3:30 മണിക്ക് അവസാനത്തെ ബെല്ലും അടിച്ച് അവന് നേരെ അവന്റെ സഞ്ചിയും എടുത്ത് ബാഗും എടുത്ത് ബൈക്കിന്റെ അരികിലോട്ട് ഇങ്ങനെ പോവാണ്. ആ സമയത്ത് അവന്റെ പ്രിയപ്പെട്ട ടീച്ചർ അവനെ വിളിച്ചു. എടാ, ഇന്ന സാധനം അവന്റെ കയ്യിൽ വല്ലാത്തൊരു പൊതി, ചെറിയൊരു പൊതി അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറയും. ടീച്ചർ തന്നതല്ലേ, അധ്യാപിക തന്നതല്ലേ. സന്തോഷത്തോടു കൂടി വാങ്ങിയിട്ട് ബൈക്കിന്റെ മുമ്പിലുള്ള സഞ്ചിയിൽ വെച്ചുകൊണ്ട് അത് ഓക്കെയാണ്, സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവന്റെ കൂട്ടുകാരനെ തന്റെ പിറകിൽ കഴിഞ്ഞു. ഹെൽമെറ്റ് അവന്റെ കയ്യിൽ കൊടുത്തു. യാത്ര തിരിച്ചു. ആ കോളേജിൽ നിന്നും ടീച്ചർ പറഞ്ഞ സ്ഥലത്തോട്ട് ഏകദേശം 50-55 മിനിറ്റ് യാത്ര ചെയ്തു. അവർ യാത്ര തിരിച്ചു. 20-25 മിനിറ്റിനകം എതിര് വന്നൊരു വാഹനം എല്ലാവരും തട്ടി. സാധിക്കില്ലേ? അവന്റെ ബൈക്കിലെ എല്ലാം ഒന്ന് തട്ടി. രണ്ടുപേരും താഴെ കിടക്കുന്നുണ്ട്. വല്ലാത്ത പോക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു വണ്ടി നിർത്തിയിട്ടില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം രണ്ടുപേരുടെയും ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വടിപോക്കന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ അവരെ കണ്ടു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന 2 ശരീരത്തെ കണ്ടു. രണ്ടുപേരെയും എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടാക്കി. ഡോക്ടർമാർ വന്നു. കത്രിക ഉപയോഗിച്ചുകൊണ്ട് അവരുടെ യൂണിഫോമെല്ലാം കത്രിക ഉപയോഗിച്ചുകൊണ്ട് കുറിച്ചു മാറ്റി. കുറച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ നെഞ്ചത്ത് ഷോക്ക് വെച്ച് നോക്കുന്നുണ്ട്, ജീവനുണ്ടോന്ന് അറിയാൻ വേണ്ടി. തന്റെ പിറകിൽ ഇരിക്കുന്ന കൂട്ടുകാരന് കുഴപ്പമില്ലാതെ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ സാദിഖെന്ന് പറയുന്ന എന്റെ കൂട്ടുകാരന് ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. അവന്റെ ഉമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അന്നേ ദിവസം ഉമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. 2 ആളുകളെ വന്നുകൊണ്ട് വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന അവന്റെ ശരീരം, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവന്റെ ശരീരം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞു. ഒരുപാട് മുറിവുകളുണ്ടല്ലോ, രക്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് വൃത്തിയാക്കി. അതും കഴിഞ്ഞ് 2 ആളുകൾ വന്നുകൊണ്ട് ഗോളാൻ ഉപയോഗിച്ചുകൊണ്ട് ശരീരം മുഴുവനായിട്ട് കൊത്തി നുറുക്കി പോസ്റ്റ്മോർട്ടം ചെയ്തു. ഉള്ളിലെ അവയവങ്ങളെല്ലാം പുറത്തോട്ട് വെച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ളിലോട്ട് തന്നെ തിരിച്ചു വെച്ച് സൂചിയും നൂലും എടുത്ത് തുന്നിക്കെട്ടുന്നുണ്ട്. മുഖത്തും ശരീരത്തിലുമായി പല മുറിവുകളുള്ളത് തുന്നിക്കെട്ടുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് മൂക്കിൽ പഞ്ഞി വെച്ച് കണ്ണുകൾ തുറന്നു നിൽക്കുകയാണ്. മരണത്തിന്റെ സമയത്ത് മലക്കുൽ മൗത്തിനെ കാണുന്ന സമയത്തും കണ്ണുകൾ തുറന്നു നിൽക്കുന്നുണ്ട്. 5-10 സെക്കൻഡ് പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടപ്പിക്കുന്നുണ്ട്. തല വായകൾ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല്ലുകൾ ഇങ്ങനെ തുറന്നു
വെള്ള തുണി എടുത്തിന് കെട്ടി മുകളിൽ പഞ്ഞി വെച്ചു, ചെവിയുടെ ഉള്ളിൽ പഞ്ഞി വെച്ചു. അകന്നു നിൽക്കുന്ന കാലുകൾ തള്ള വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വെള്ള തുണികളാൽ കെട്ടിയിട്ട് വെള്ള ശരീരം, ആ വെള്ള പൊതിഞ്ഞ ശരീരത്തെ മുഴുവനായിട്ട് പൊതിഞ്ഞു. വെള്ള വസ്ത്രം കൊണ്ട് ശരീരം മുഴുവനായിട്ട് പൊതിഞ്ഞു. നമ്മളൊക്കെ ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ, ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കാണും. ആ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ നോക്കുക? വിലക്കിലെ പോകും, അതിന്റെ പ്രൈസ് ടാഗ് നോക്കും. നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് ഏത് തരത്തിലുള്ള വസ്ത്രമാണ്, അതിന്റെ പ്രൈസ് എത്രയാണ്, എത്ര കാലം യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ അവസ്ഥയിലാണ് യൂസ് ചെയ്യുക എന്നുള്ളത് അതിൽ കൃത്യമായി വ്യക്തമായി എടുത്തു വെച്ചിട്ടുണ്ടാകും. അതുപോലെ സാദിഖിന്റെ കാലിനെ ചെറുവിരലിലായിട്ട് ഒരു ചെറിയ ടാഗ് വെച്ചു. അവന്റെ പേരും അവന്റെ വയസ്സും അവന്റെ ഫോൺ നമ്പറും അവന്റെ വീട് എവിടെയാണ് ആ സ്ഥലത്തിന്റെ പേരും. അവന്റെ ശരീരം നേരെ എടുത്തു, ആംബുലൻസിൽ കയറി അവന്റെ വീട്ടിലോട്ട് യാത്ര തിരിച്ചു. ഉമ്മ അടുക്കളയിൽ നിന്ന് അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നല്ല ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കും. അവന്റെ വീടിന്റെ മുമ്പിൽ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ആംബുലൻസിന്റെ ചുറ്റുമായിട്ട് നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും എല്ലാവരും നടന്നുകൊണ്ടിരിക്കും. ഉമ്മ കിച്ചണിൽ ഓടി വരെ ശബ്ദം കേട്ടിട്ട് സിറ്റൗട്ടിലെത്തുമ്പോഴോ ഒരുപാട് പരിചയമുള്ളതും പരിചയമില്ലാത്ത മുഖങ്ങളും ഒരുപാടുണ്ട്. സാധാരണ പരിചയമുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്, പുഞ്ചിരിക്കാറുണ്ട്. പക്ഷേ അവിടെ ഉമ്മ നിൽക്കുമ്പോഴോ അറിയുന്നവർ പോലും വല്ലാത്ത ഗൗരവത്തിലാണ്. അപ്പൊ നോക്കി നിൽക്കവേ ആ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലായിട്ട് മൗനമായി നിൽക്കുന്ന ഒരു ആംബുലൻസിനെ കണ്ടു. ബാക്കിലെ വാതിൽ തുറന്നു. വെള്ള കട്ടിലായിട്ട് രണ്ടുപേര് ഉമ്മ വഴി സിറ്റൗട്ട് വഴി ഡൈനിങ് ഹാളിലോട്ട് കൊണ്ടുപോയി വെച്ചു. ഉമ്മ ഇരിക്കുന്നതിനേക്കാളും മെല്ലെ നടന്നുകൊണ്ട് ഡൈനിങ് ഹാളിലെത്തി മയ്യത്തിന്റെ മുമ്പിലെത്തി മുഖത്തെ പുതപ്പൊക്കെ മാറ്റി നോക്കുമ്പോൾ ഉമ്മ കാണുന്നറിയും. ഉമ്മ കണ്ണോട് കാണുന്നുണ്ട്, തുന്നിക്കെട്ടിയിട്ടുള്ള കണ്ണടച്ചിട്ടുള്ള സുന്ദരനായിട്ടുള്ള സാദിഖിനെ കണ്ടു. പക്ഷേ ഉമ്മാൻ മനസ്സിലെന്താ? ഉമ്മയെ രാവിലെ ഇറങ്ങിയിട്ടില്ലേ സാദിഖ്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ കയ്യിൽ സലാമും എടുത്ത് നെറ്റത്ത് മുത്തവും എടുത്ത് ഇറങ്ങിയിട്ടുള്ള ആ സാദിഖിനെയാണ് ഉമ്മയുടെ മനസ്സിൽ കാണുന്നത്. ഉമ്മ കണ്ണോട് കാണുന്നതോ തുന്നിക്കെട്ടിയിട്ടുള്ള ആ ശരീരത്തെയാണ്. കഥ കഴിഞ്ഞിട്ടോ കഥയല്ല, ഒരു അനുഭവം കഴിഞ്ഞു സംഭവം. അത് കഴിഞ്ഞ് അവരുടെ കൂട്ടുകാരെപ്പോൾ റിക്കവർ ആയിട്ടില്ല, അവർ പോയി എന്നുള്ളത് വിശ്വസിക്കുന്നു. ഒരാളാണ് പറഞ്ഞു വന്നത് അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്തു. സാദിഖ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ, വൈകുന്നേരം തിരിച്ച് എങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുള്ളത്? എങ്ങനെയാണ് എത്തിയത്? ആരിനാലോ അല്ലേ വീടിന്റെ പടി കയറിയത്? ആരൊക്കെയോ അല്ലേ വീടിന്റെ പടി കയറിയിട്ട് നേരെ അവനെ കൊണ്ടുപോയി വെച്ചത്? ഞാനും നമ്മളെല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മേ ഞാൻ പോയിട്ട് വരാം, ക്ലാസ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടോ തിരിച്ചു വരാം, ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്നോ രാവിലെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മ പറയും സലാം പറഞ്ഞിട്ട് പോടാം, നല്ല രൂപത്തിൽ പോയിട്ട് വരണമെന്ന് ഉമ്മ പറഞ്ഞിട്ട് നമ്മൾ വിടാം. പക്ഷേ ഒന്നാലോചിക്കട്ടോ, ഈ വസ്ത്രം ധരിച്ച നമ്മള്, ഈ വയസ്സായിരിക്കുന്ന നമ്മള്, ഈ പ്രായത്തിലിരിക്കുന്ന നമ്മള് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഈ പ്രായത്തിൽ നമ്മൾ വീട്ടിൽ പോകുന്നു? പത്രം ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് മരണങ്ങൾ പല രൂപത്തിലായിട്ട് കാണാൻ പറ്റും. പല രൂപത്തിൽ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മകന് 4.5 വയസ്സ് മാത്രം പ്രായപ്പെടുന്നവൻ, മുറ്റത്ത് നല്ല ഇന്റർലോക്കിട്ട ഫുഡിലൊക്കെ ആയിട്ടുള്ള മുറ്റാണ്. 4.5 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞ് സാധാരണ മുറ്റിൽ നടന്നു കളിക്കാറുണ്ട്. ഒരു ദിവസം തോളത്ത് തേങ്ങ വീണു, 2 ആഴ്ച കോമയിൽ കിടന്നു, 3-ാമത്തെ ആഴ്ച കുറച്ചോ കൊണ്ടുപോയി. അറിയിക്കണേ, നമ്മളുടെ ജീവിതം കറങ്ങിക്കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു, ഉമ്മയുടെ ഗർഭാശയത്തിൽ എത്തിയത് അന്നു മുതൽ 3-ാമത്തെ ആഴ്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്ക് മുഖേന എഴുതി വെച്ചു അവൻ ഏത് സമയത്താണ് മരണപ്പെടുക എന്നത്. നമുക്കൊക്കെ ഒരു തോന്നൽ ഉണ്ടാകും, ഇപ്പോഴൊന്നും മരിക്കൂല, കുറച്ചു കാലം കഴിഞ്ഞ് സാവധാനമായിരിക്കും മരിക്കുക എന്ന്. കാരണം എന്താ? നമ്മുടെ ഉപ്പാക്ക് 40 വയസ്സുണ്ടാകും, ഉമ്മാക്കോ 35-50 വയസ്സുണ്ടാകും. ഉപ്പാപ്പ 60 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, ഉമ്മാപ്പയോ 70 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റും എന്ത്, അവരൊക്കെ അത്ര കാലം ജീവിച്ചിട്ടില്ലേ, ഞാനും കുറച്ചു കാലം കൂടി ജീവിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കുറച്ചു കാലം മുന്നോട്ട് പോകാമെന്ന് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് മരണത്തിന്റെ രംഗങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലോട്ട് വരും എന്നറിയും. അപ്പൊ പഠിക്കാനുള്ളതാണല്ലോ, ഒരുപാട് തിന്മകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ, അതിൽ നിന്നെല്ലാം പശ്ചാത്തലിച്ച് മടങ്ങണമെന്ന് നമ്മുടെ മനസ്സുകൾ പല രൂപത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഒരാഴ്ച പറയട്ടെ, ആ ആഴ്ച പറഞ്ഞ് അതിന്റെ വിശദീകരണം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിക്കും. പറയട്ടെ, പറയട്ടെ. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം ഏതായിരുന്നു? പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ അല്ലേ? പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്തിൽ
എന്നാലും ചോദ്യം എന്താ? ഒരു കണ്ണുകളും കാണാത്ത, ഒരു കാതുകളും കേൾക്കാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും ആ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും സാധിക്കില്ല. തേനിന്റെയും കണ്ണിന്റെയും പാലിന്റെയും അരുവികൾ ഒഴുകുന്ന സുന്ദരമാകുന്ന കിളികളിലെ പാറ കളിക്കുന്ന പച്ച പരവതാനിൽ നിൽക്കുന്ന സുന്ദരമായ സ്വർഗം. എന്നാലും ചോദ്യമാണ്, ആ സ്വർഗത്തിലോട്ട് നമ്മളൊക്കെ വെറുതെ പ്രവേശിക്കും. എന്റെ പ്രവാചകന്റെ അരികിൽ നിന്നും ഒരു കോപ്പ വെള്ളം കിട്ടാനുണ്ട്. വെള്ളത്തിന്റെ പേരെന്താ? ഹൗദുൽ കൗസർ. പ്രത്യേകത എന്താണെന്നറിയോ? തേനിനേക്കാൾ മധുരമാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്, പാലിനേക്കാൾ നിറമുള്ള സുന്ദരമാണ് വെള്ളം. ഒരു മുറക്ക് കുടിച്ചു കഴിഞ്ഞാൽ ആ ജീവനാന്തം ദാഹമില്ലാതെ കഴിയാൻ പറ്റുന്ന. അവ ചോദിച്ചു, എന്ന് ആ സ്വർഗം നിങ്ങൾക്ക് വഴി ഉണ്ടാക്കിയിട്ടുള്ളതാ, പക്ഷേ ആ സ്വർഗം നിങ്ങൾക്ക് വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്ങനെയല്ലാതെ വലമ്മായി അത്തിക്കും മസറുല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും മസ്സതുഹുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ റസൂലുള്ളാഹ്. നല്ല ചോദ്യം. നമ്മൾക്ക് മുമ്പ് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊക്കെ മുസ്ലിമുകളാണ്, ഓക്കെ. ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് സുന്ദരമായിട്ട് ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമുക്ക് വേണ്ടി ഒരിക്കലും സ്വർഗമുണ്ട്, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ സ്വർഗം വെറുതെ കിട്ടുമെന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കുറച്ച് സഹാബാക്കളുടെ ജീവിതം പറഞ്ഞു തരും, അത് കഴിഞ്ഞാൽ മനസ്സിലാകും എന്താണ് സ്വർഗമെന്നും എത്രത്തോളം പണിയെടുക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞു. വലമ്മായ അത്തിക്കും മസറുല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും. അല്ലാഹു ചോദിച്ചു, നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, സ്വഹാബാക്കളുണ്ട്, സ്വഹാബ വനിതകളുണ്ട്, പ്രവാചകന്മാരും താബീങ്ങളും തബഅത്താബീങ്ങളും ഒരുപാട് മതപണ്ഡിതന്മാരും ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വല്ലാത്ത പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. എത്രത്തോളം പറഞ്ഞ് നല്ല പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. എന്നാലും ചോദ്യം എന്താ? അവർ ഇസ്ലാം സ്വീകരിച്ചു, അവരനുഭവിച്ച പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കാതെ അവര് പ്രവേശിക്കുന്ന സ്വർഗത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുമോ എന്ന അവന്റെ ചോദ്യം. മനസ്സിലായോ? ഇത് സ്വർഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പണിയെടുത്തവർക്ക് വേണ്ടിയിട്ട് സ്വർഗം സുന്ദരമാക്കി വെച്ചിട്ടുണ്ട്. ദുനിയാവിന് വേണ്ടി പണിയെടുത്തവരാണോ? അല്ല, പരലോകത്തിന് വേണ്ടി പണിയെടുത്തത്. എനിക്കൊരു ഉപകാരം ചെയ്തായിരുന്നു. 10 സഹാബാക്കളുടെ പേര് പറഞ്ഞാൽ ഓക്കെ. ഒന്ന് പറഞ്ഞേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പറഞ്ഞേ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അഞ്ചായിട്ടോ പേരല്ലോ കേട്ടില്ല? ഓർക്കേ സാദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. നാളെ ബാക്കി സെയ്ദ് ഇബ്നു ഓർക്കേ സെയ്ദ് ഇബ്നു ബാക്കി പറ. സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. രണ്ടെണ്ണം ബാക്കി. തൽഹ ഇബ്നു ഉബൈദ ഒന്ന് ബാക്കി. ഒന്ന് ബാക്കി. മുആദ് ബാക്കി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഇതിൽ പറഞ്ഞിട്ടുള്ള ചില സ്വഹാബാക്കളുടെ ജീവിതം പറഞ്ഞത് ഒരു പക്ഷെ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കഥ പോലെ കേട്ടിരിക്കട്ടോ, ഉറങ്ങരുത്, ചിരിക്കരുത്, കളിക്കാം പറയട്ടെ. അല്ലാതെ ചോദ്യമില്ലേ? വലമായി അധികം മസലുള്ളതിനും സ്വഹാബാക്കൾ അനുഭവിച്ച പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കാതെ അവർ പ്രവേശിക്കുന്ന സ്വർഗത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്ന ആ റബ്ബ് ചോദിച്ചു. അതിന്റെ ചെറിയ സ്വഹാബാക്കളുടെ ജീവിതം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനത്തിലോട്ട് പോകും. ഒരു മനുഷ്യന്റെ മാത്രം പറഞ്ഞില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ സ്വഹാബത്തിൽ കരിങ്കട്ടയിലേക്കാൾ കറുത്ത ബിലാൽ. കറുത്തവൻ, അത്രയും കറുത്തവൻ. ഇരുട്ടത്ത് കൊണ്ടുപോയി നിർത്തിയാൽ പുഞ്ചിരിക്കുന്നു എങ്കിൽ പല്ലും കാണാം, കൃഷ്ണമണിയുടെ കണ്ണിലെ വെള്ള ഭാഗവും കാണാം. കരിങ്കട്ടയേക്കാൾ കറുത്തവൻ, കറുത്ത മുത്തുന്ന പ്രവാചകൻ വിശേഷിപ്പിച്ച മനുഷ്യനാണ് ബിലാൽ. ആരായിരുന്നു അറിയാം? അദ്ദേഹം അടിമയായിരുന്ന കറുത്ത വംശജനായ സുന്ദരനായ നീഗ്രോ വംശജനായ മനുഷ്യനാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു. അദ്ദേഹം അടിമയായിരുന്നു. മക്കയിലും മദീനയിലുമായിട്ട് ഒരുപാട് അടിമകൾ ജനിക്കുന്നുണ്ട്. ഒരു പൂച്ചക്കുഞ്ഞു പോലും പറയാതെ മരണപ്പെടാറുണ്ട്. ആരും അറിയില്ല. കൊന്നിട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെ ദ്രവിച്ചു പോകും. അതുപോലെയായിരുന്നു അടിമകളുടെ അവസ്ഥ. ഇതൊരു കാലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ ദ്രവിച്ചു പോകുന്ന ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ മരണപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് മഹാനായ ബിലാലിനാകാമായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് പള്ളിയുടെ വിനാരങ്ങളിൽ നിന്ന് വരുന്ന ധ്വനി മുഴക്കങ്ങളില്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു
അത് കാതുകളിൽ മുഴങ്ങുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലോട്ട് ആഴ്ന്നിറങ്ങേണ്ടുന്ന ഒരു മനുഷ്യന്റെ ജീവിതമുണ്ട്. മഹാനായ ബിലാൽ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മഹാനായ ബിലാൽ റവാഹ റളിയല്ലാഹു അൻഹു ജീവിതമുണ്ട്. ആയിരുന്നു അദ്ദേഹം? അദ്ദേഹം ഒരു അടിമയായിരുന്നു, യജമാനന്റെ അടിമയായിരുന്നു. കറുത്ത വർഗ്ഗക്കാരൻ, എല്ലാവരും കളിയാക്കിയിട്ടുണ്ട്. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ കാത്തിച്ചു. ബിലാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചെന്നറിഞ്ഞപ്പോ ബിലാൽ എന്താ ചെയ്തതെന്നറിയോ? രാവിലെ എഴുന്നേൽക്കും ബിലാൽ. എങ്ങനെ എഴുന്നേൽക്കുന്നത്? വസ്ത്രങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് തന്നെ മുറിച്ചു മാറ്റി. ബിലാൽ അത്രയും കഷ്ടപ്പെട്ട് അടിമപ്പണി എടുത്തുണ്ടാകുന്ന പൈസക്ക് വാങ്ങിയിട്ടുള്ള വസ്ത്രമായിരിക്കും, അത് മുറിച്ചു മാറ്റി. ചാട്ടുകാർ കൊണ്ട് രാവിലെ തന്നെ അടി. ഇസ്ലാം സ്വീകരിച്ചെന്നറിഞ്ഞ ബിലാലിനെ കൊണ്ട് പറയാണ്. ആ ബിലാലിനെ എടുത്തുകൊണ്ട് അങ്ങാടിക്ക് വലിച്ചെറിയും വസ്ത്രമില്ലാതെ. അങ്ങാടി കുട്ടികൾക്ക് കൊട്ടേഷൻ കൊടുക്കും, കല്ലുകൊണ്ട് അറിയാൻ വേണ്ടി. ചരിത്രം പറയുന്നുണ്ട്, ബിലാലിന്റെ കണ്ണ് പൊട്ടി ഒലിച്ചിട്ടുണ്ട്. ശരീരത്തിലെ പല ഭാഗങ്ങളും മുറിവാൻ പൊടുത്ത് പുഴുക്കൾ വന്നിട്ടുണ്ട് ബിലാലിന്റെ ശരീരത്തിൽ. അത് കഴിഞ്ഞ് ചരിത്രം കൃത്യമായി വ്യക്തമായി പറയാണ്, ആ മഹാനായ ബിലാൽ റവാഹ റളിയല്ലാഹു അൻഹു രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുബഹി നമസ്കരിക്കുന്ന സമയത്ത് നമസ്കരിച്ചു എന്നറിയുമ്പോൾ നമസ്കാരത്തിൽ വന്ന് ബിലാലിനെ അടിക്കുമായിരുന്നു. വസ്ത്രങ്ങൾ ഊരി മാറ്റും. ബിലാലിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളം എടുത്ത് ചുട്ടുകൊടുത്ത് മണൽ അദ്ദേഹത്തിന് വഴി മാറ്റും. നമ്മളൊക്കെ കടപ്പുറം ബീച്ചിൽ പോയിട്ടില്ലേ? അവിടെ കടല കഴിച്ചിട്ടില്ല. കടല എങ്ങനെ വറക്കാം? ചട്ടിയില് മണല് വാങ്ങിയിട്ട് മണല് ചൂടാക്കിയതിനു ശേഷം കടല വാങ്ങും. കാരണം എന്താ? മണല് പെട്ടെന്ന് ചൂടിന് വലിച്ചിട്ടു. ദിവസങ്ങളോളം എടുത്ത് ബിലാലിന് വേണ്ടിയിട്ട് മണല് ചൂടാക്കിയിട്ട് പോകും. അത് വല്ലാതെ ചൂടായിട്ടുണ്ട്. കൈമുകളിൽ വെക്കുന്ന സമയത്ത് ചൂട് വല്ലാതെ പൊന്തുമെന്ന് അറിയുമ്പോൾ ബിലാലിന്റെ വസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റിയിട്ട് കൊണ്ടുപോയിട്ട് ആ മണലിൽ മുകളിൽ കിടത്തും. ശരീരത്തിൽ കല്ലുകൾ ഇങ്ങനെ എടുത്തു. 4 ഭാഗവും ശത്രുക്കൾ നിന്നുകൊണ്ട് ചാട്ടമാകുമ്പോൾ പുതിയ തല്ലു. കഴിഞ്ഞോ? ഇല്ല. ബിലാലിന്റെ മുമ്പിൽ 2 ഒട്ടകത്തെ വെച്ച് ഒട്ടകത്തിന്റെ കാലിനാൽ ബിലാലിന്റെ കൈകൾ ചങ്ങലയാൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒട്ടകം വലിച്ചുകൊണ്ട് പോകും ബിലാലിനെ. ചരിത്രത്തിലെ ചില ഭാഗങ്ങൾ പറയുന്നതാണ്, കറുകറുത്ത ശരീരത്തിലെ പച്ചയായ മാംസം കരിഞ്ഞുകൊണ്ട് ലയിച്ചുറ്റിയിട്ടുണ്ട്. നമ്മളൊക്കെ അടുപ്പത്ത് കിച്ചണിൽ പോയി കഴിഞ്ഞാൽ അടുപ്പ് കാണും. പുറത്തിങ്ങനെ കച്ചറ കൂട്ടിയിട്ട് കത്തിക്കൊണ്ടുപോകുമ്പോ പ്ലാസ്റ്റിക് കവർ കിട്ടിയാൽ തീരോട്ട് നെട്ടും പൊന്തിച്ച് നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉറ്റുന്നത് കാണാൻ പറ്റില്ല. തീണ്ടത് അതുപോലെ ബിലാലിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഉറ്റുന്നുണ്ട്. ശത്രുക്കൾക്ക് പോലെ അലിവ് തോന്നി. ബിലാലെ കുറച്ചു നേരത്തേക്കൊന്നും രാത്രി വിളിച്ചേക്ക്, ഒന്ന് ഉസയെയും മനാത്തെയും വിളിച്ചേക്ക്. കുറച്ചു കഴിഞ്ഞാൽ യജമാനൻ പോകുന്നത് വരേക്കെങ്കിലും അവരെ എല്ലാം വിളിച്ചേക്ക് എന്ന് പറയുമ്പോൾ ബിലാൽ ആർത്തു പറഞ്ഞു, അട്ടാസിച്ച് പറഞ്ഞു, അല്ലാഹു അഹദ് നൽകും. മഹാനായ ഹബ്ബാബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹബ്ബാബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുറുകിയ മനുഷ്യനാണ്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഹൈറ്റും ഇല്ല, കുറച്ച് തടിച്ചെടുക്കാമെന്ന് പറയാം. അത് കേട്ടപ്പോ സിരി വരുന്നുണ്ട് അല്ലേ? കുള്ളൻ തന്നെ വിളിക്കാം. അതുപോലത്തെ ഒരു മനുഷ്യനാണ് മഹാനായ ഹബ്ബാബ്. ആ വാക്ക് മാറ്റി കുള്ളൻ, ഒരു കുറുകിയ മനുഷ്യൻ എന്ന് പറയും. അങ്ങനത്തെ മനുഷ്യനാണ് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. രണ്ടാം ഖലീഫ ആരായിരുന്നു? രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ സ്വഹാബാക്കളും ഹബ്ബാബും ഉമറും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ദീനിനെ കുറിച്ച്, ആദർശത്തെ കുറിച്ച്. ആ സമയത്ത് ഹബ്ബാബ് ഇങ്ങനെ ആ സദസ്സിലോട്ട് വന്നിരിക്കുന്നത്. ഉമർ കണ്ടു ഹബ്ബാബിനെ. അസ്സലാമു അലൈക്കും ഹബ്ബാബ് എന്ന് പറഞ്ഞ് വരവേറ്റ് ഉള്ളിലോട്ട് കയറ്റി. കാരണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പ് ഇസ്ലാം സ്വീകരിച്ച മനുഷ്യനാണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഉമർ അറിയാം. അങ്ങനെ ആ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് ഇരിക്കുന്നത്? ഈമാനൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ, നല്ലൊരു കുത്തുബ കേട്ട് കഴിഞ്ഞാൽ 2 ദിവസത്തിന് നമ്മുടെ ഈമാനൊക്കെ വർദ്ധിക്കും. പിന്നെ നല്ല പോയിക്കൊണ്ടിരിക്കും അല്ലേ? ആണ് മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. അങ്ങനെ അവരിങ്ങനെ കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബ്ബാബിനോട് പറഞ്ഞു, ഹബ്ബാബേ, എന്റെ കഥകളൊന്നും ഞങ്ങൾക്ക് കേൾക്കണം, ഞങ്ങളുടെ ഈമാനൊക്കെ വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു മാറിയിരുന്നപ്പോഴും തന്റെ ശരീരത്തിലെ വസ്ത്രം പുതപ്പ ധരിച്ചിരിക്കുന്നത് താഴോട്ട് വീണുപോകും. സ്വഹാബാക്കൾ തന്റെ ശരീരം കാണും. എങ്ങനെയാണ്? തന്റെ ശരീരത്തിന് പുറകിലായിട്ട് 2 വലിയ ദ്വാരങ്ങളുണ്ട്, കുഴികളുണ്ട്. കുഴികൾ കണ്ട സമയത്ത് സ്വഹാബാക്കൾ ഒന്നടങ്കം കണ്ണുനീരോട് കൂടി ചോദിച്ചു, ഹബ്ബാബേ, ഇതെന്തു പറ്റിയതാണ്? ചെറിയ ശബ്ദത്തിൽ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു താഴോട്ട് വീണിരിക്കുന്ന പുതപ്പ് മേലോട്ടൊന്ന് വലിച്ചിട്ട് ഹബ്ബാബ് മറുപടി പറയുകയാണ്. ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ യജമാനനോ കൊല്ലപ്പണിക്കാരൻ. ഇസ്ലാം സ്വീകരിച്ചെന്നറിഞ്ഞപ്പോൾ രാവിലെ സുബഹിയും അതുപോലെ പരിശുദ്ധ ഖുർആൻ ഓരോ ആഴ്ചകളും ഓതുന്നറിഞ്ഞപ്പോൾ അദ്ദേഹം കൊല്ലപ്പണിക്കാരനാണല്ലോ. ആരെയും ചുട്ടുകൊടുത്ത കല്ലുകളെ എനിക്ക് വേണ്ടി മാറ്റി. കല്ലുകളുമല്ല
ചുട്ടുപടുത്തു എന്നറിയുമ്പോൾ എന്റെ വസ്ത്രങ്ങൾ ഊരിമാറ്റി ആ കല്ലിന് മുകളിൽ കൊണ്ടുപോയി കിടത്തും. മഹാനായ ഹബ്ബാബിന്റെ ശരീരത്തിലോട്ട് ആ കല്ലുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. കല്ലിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് ആ മാംസം. ആർത്തു കുടിക്കും ഹബ്ബാബ്. ഒരുപാട് കഴിഞ്ഞാൽ ബോധം നഷ്ടപ്പെടും. ബോധം നഷ്ടപ്പെട്ടെന്നറിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിക്കിടത്തും. ബോധം വന്നെന്നറിഞ്ഞാൽ വീണ്ടും കൊണ്ടുപോയി ആ കല്ലിന് മുകളിൽ കിടത്തും. അതായിരുന്നു ഹബ്ബാബിന്റെ ജീവിതം. കുടുംബം ഉണ്ടായിരുന്നല്ലോ. ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദായിട്ടുള്ള വനിതാരാണ്? ആരാണ്? സുമയ്യ റളിയല്ലാഹു തആല അല്ലേ? അല്ലടാ ആണ്. ആ കുടുംബത്തിനൊരു പേരുണ്ടായിരുന്നു. യാസർ കുടുംബമല്ലേ പേര്? അവരൊന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു. എല്ലായിടത്തും എവിടെയൊക്കെ കാണാൻ പറ്റും അവിടെയൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവർക്കുള്ള ശിക്ഷ എന്തായിരുന്നു? ദുനിയാവെന്ന് പടച്ചവരെടുത്തതല്ല, അവരുടെ സുന്ദരമായ സ്വയം അവർക്ക് വേണ്ടിയിട്ടുണ്ട്. ദുനിയാവെന്ന് ശിക്ഷ എന്താണെന്നറിയും? 3 പേരെയും അമ്മ റളിയല്ലാഹു അൻഹ, യാസർ റളിയല്ലാഹു അൻഹ, ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹയെ കൂടിയിട്ട് 3 പേരെയും കൊണ്ടുവന്നു. 3 തൂണുകൾ കെട്ടിങ്ങനെ വെച്ചു. 3 തൂണിനും ഓരോ ആളുകൾ കെട്ടിയിട്ട് അങ്ങനെ കബാബ് ചൂടാറില്ല, കബാബ് വെക്കാറില്ല. വലുതാണെങ്കിൽ എണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കെട്ടിക്കും. അതുപോലെ 3 തൂണുകൾ വെച്ചുകൊണ്ട് 3 പേരെയും ഉപ്പയെയും ഉമ്മയെയും മകനെയും കെട്ടിയിട്ടു. ഫേസ് ടു ഫേസ് ആയി ഒരു കോർണറിലാണ്. അത് കണ്ടിരിക്കുക. അവരിങ്ങനെ പറയുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ശരീരത്തിൽ അടിക്കുന്നുണ്ട്. 3 പേരുടെയും വസ്ത്രങ്ങൾ മാറ്റിയിട്ട് പൊതുവെ തല്ലുന്നുണ്ട്. അവർ പറയാണ് ഇന്ന ആളുകൾക്ക് വിളിക്കണം, അള്ളാഹ് ആ ഇസ്ലാമിൽ നിന്ന് പിന്മാറുന്നവർക്ക് പറയാം. 3 പേരും പാതുകൊടുക്കുന്നു. ആർക്കടിച്ചവരെ ആർക്ക് കരയുന്നുണ്ട്. ആ 2 പേരുടെയും ഉപ്പയുടെയും മകന്റെയും മുമ്പിൽ വെച്ചുകൊണ്ട് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ കെട്ടടിച്ചുകൊണ്ട് ചുട്ടുപഴുപ്പിച്ച കുന്തം സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ദുഹിയാവയത്തിലൂടെ കുത്തി കയറ്റുന്നുണ്ട്. സുമയ്യ റളിയല്ലാഹു അൻഹ ആർക്ക് കരഞ്ഞുകൊണ്ട് അവിടുന്ന് മരണപ്പെടുക. ഷഹാദത്ത് കിട്ടും. ദുനിയാവിൽ വേറെ ഒരാൾ ഒരു കുടുംബത്തിന് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവില്ല. മകൻ തൊട്ടപ്പുറത്തുണ്ട്, ഉപ്പയാകട്ടെ ഒരു ഭാഗത്തുണ്ട്. 2 പേര് കണ്ടു നിൽക്കുക. ഇത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് 2 പേരും മരണപ്പെടുന്നു. പോട്ടെ. മഹാനായ മുസ്അബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മക്കയുടെ പരിമളം എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച മഹാനായ മുസ്അബിന്റെ പേരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? മക്കയുടെ പരിമളം എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചതാ. നമ്മുടെ ഈ നാട്ടിലെ ആൾക്കാർക്ക് പറഞ്ഞില്ല കേട്ടോ. കഥ പറഞ്ഞതാ, ചരിത്രം പറഞ്ഞതാ. മഹാനായ മുസ്അബിന്റെ പേര് റളിയല്ലാഹു അൻഹു അത്രയും പൈസക്കാരൻ, നല്ല കോടീശ്വരനായിരുന്നു, ധനികനായിരുന്നു. നോക്കിയത് എത്രത്തോളം വെച്ചാൽ കുക്കാല ചന്തയിലൂടെ മുസ്അബ് ഇന്നലെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അതിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്നലെ മുസ്അബ് നടന്നു പോയിട്ടുണ്ടെന്ന് അദ്ദേഹം തിരിച്ചിരിക്കുന്ന അത്ര ഉത്തരം പറയുമായിരുന്നു. അത്രത്തോളം ധനികനായ മനുഷ്യനാണ് മഹാനായ മുസ്അബ്. തന്റെ വീട്ടില് മണിക്കൂറിൽ വസ്ത്രങ്ങൾ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം ധനികനാണ്. ഒരിക്കലും പ്രവാചകന്റെ അരികിൽ നിന്നും ഇസ്ലാമിന്റെ സന്ദേശം ലഭിച്ചു. ഇസ്ലാം സ്വീകരിച്ചു. നേരെ വീട്ടിലോട്ട് കയറി ചെന്നു. ഉമ്മയെ വാപ്പയെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പ്രവാചകനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എന്താണ് പരിശുദ്ധ ഖുർആൻ എന്നും എന്താണ് ഇസ്ലാം പറയുന്നത് എന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചെന്ന് പറയുകയാണ്. ആ സമയത്ത് ഉമ്മയും വാപ്പയും പറയുന്നുണ്ട്, മുഹമ്മദിന്റെ മതം അനുസരിച്ചാണ് ജീവിക്കുന്നത് എങ്കിൽ വീട് വിട്ട് ഇറങ്ങണമെന്ന്. രണ്ടാമത് ചോദ്യം ഇല്ലാതെ മഹാനായ മുസ്അബ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നത്തെ വസ്ത്രമല്ലാതെ വേറെ ഒന്നും എടുത്തിട്ടില്ല. നമ്മളിപ്പോ ടൂർ പോണ സമയത്ത് ഒരാഴ്ചക്കാട് പോകുന്നത് എങ്കിൽ 4-5 കൂട്ടും വെച്ച് പവർബാഗും വെച്ച് വേണ്ടതെല്ലാം നമ്മൾ ഒരുക്കിയതിനു ശേഷമാണ് കൂട്ടുന്ന ഇറങ്ങുന്നത്. പക്ഷെ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് മുസ്അബിന് വേണ്ടതെല്ലാം ദുനിയാവിൽ എന്താണ് വേണ്ടത് അത് മുസ്അബ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ മുസ്അബ് ഇറങ്ങുന്ന സമയത്ത് ഇന്നത്തെ വസ്ത്രമല്ലാതെ വേറെ ഒന്നും എടുത്തിട്ടില്ല. പ്രവാചകൻ അരികിൽ ചെന്നു. പ്രവാചകൻ ഇഷ്ടപ്പെട്ട ദാസനായിട്ട് കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞു. ഒരു യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മയ്യത്ത് പ്രവാചകന്റെ മുമ്പിലോട്ട് കൊണ്ടുപോകും. ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ എത്ര കഷ്ണം തുണിയോട് കഫൻ ചെയ്യണം? എത്രയാണ്? പുരുഷ മരിച്ചു കഴിഞ്ഞാൽ 3. അങ്ങനെ മുസ്അബിനെ പൊതിയാൻ വേണ്ടിയിട്ട് കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വഹാബാക്കളോട് പറയാണ്, മുസ്അബിന്റെ കൂരയിൽ പോയി ചെറ്റക്കുടിയിൽ പോയിട്ട് എന്ത് കൊണ്ടുവരാനും മുസ്അബിനെ പൊതിയാൻ വേണ്ടിയിട്ട് കഫൻ കുടം എടുത്തു വരാൻ വേണ്ടി പറയാണ്. ആ സമയത്തും സ്വഹാബാക്കൾ ഓടിച്ചു മുസ്അബിന്റെ കൂരയിലുള്ള എല്ലാ തുണികളും തുള്ളിപ്പെറുക്കിയെടുത്ത് പ്രവാചകന്റെ കയ്യില് കൊടുത്തു. ശരീരം പൊതിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാലുഭാഗത്തിയ സമയത്ത് കാലിനെ മുട്ടുഭാഗത്തിയപ്പോഴോ അത് കടിഞ്ഞു പോകും. ചരിത്രം പറയാട്ടോ, തലഭാഗത്തു നിന്ന് പ്രവാചകൻ താഴോട്ട് പൊതിച്ചിടാൻ നോക്കിയിട്ടുണ്ട്. കാല് പറയുന്ന സമയത്ത് തല പറഞ്ഞിട്ടില്ല, തല പറയുന്ന സമയത്തും കാലും പറഞ്ഞിട്ടില്ല. പ്രവാചകൻ പറയുന്നുണ്ട് എന്ത്? കഴുതയും കുതിരയും ഒട്ടകവും ഒരേ സമയം കടിക്കുന്ന പച്ച പുല്ല് ആ മുസ്അബിന്റെ കാലിൽ വെച്ച് കിട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തെ കബറടക്കുന്നത്. ഇസ്ലാം സ്വീകരിക്കുന്ന മുൻപ് അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഏറ്റവും വലിയ പൈസക്കാരനാണ് അദ്ദേഹം. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ? സഅദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചവൻ. 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടത്.
കൊല്ലം മാത്രമാണ് അദ്ദേഹം ദീനിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചത്. ബാക്കിയുള്ള എത്ര കൊല്ലം ദുനിയാവിന് വേണ്ടി മാറ്റിവെച്ചു? 35 പോയിട്ടുണ്ടാവും. അതല്ലേ? ഇല്ല. 35-ാമത്തെ വയസ്സിലെ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിക്കുന്നത്. എങ്ങനെ ഇസ്ലാം സ്വീകരിച്ചത്? ഒരിക്കല് 30 വയസ്സ് വരെ ഇസ്ലാമിനോട് വല്ലാത്ത ദേഷ്യം വെറുപ്പുള്ള മനുഷ്യനാണ് മഹാനായ സഅദ്. വല്ലാത്ത ദേഷ്യം. അവരൊക്കെ പ്രത്യേകത എന്താ പറയും? ഇസ്ലാം സ്വീകരിക്കാത്ത അന്നുള്ള ആളുടെ പ്രത്യേകത എന്താ പറയും? അവരെല്ലാം ആഗ്രഹിച്ച സമാധാനമാണ്. പക്ഷേ ഇസ്ലാമിന്റെ ശത്രുക്കളും ഇവരെയൊക്കെ കാതിൽ പറഞ്ഞു കൊടുക്കും, ഇസ്ലാം എന്നുള്ളത് വെറുപ്പിന്റെ മതമാണ്, സമാധാനം എന്നുള്ളത് അവിടെ കിട്ടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക, വോട്ടറാക്കി കൊടുക്കുകയാണ്. ആ ആളുകൾ 30 വയസ്സിന് മുൻപുള്ള മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അതേ കുറിച്ച് പറയുന്നുണ്ട്. വെറുപ്പുള്ളവൻ, ഒരുപാട് പേരെ ഇസ്ലാമിന്റെ പേരിൽ കൊന്നിട്ടുണ്ട്. ആ മനുഷ്യൻ, ആ സഅദ് എന്ന് പറയുന്ന മനുഷ്യന് 30-ാമത്തെ വയസ്സിൽ മഹാനായ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ ആര്? അദ്ദേഹം മദീനയിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് പ്രബോധനം നടത്തും. സാദിങ്ങനെ വിഷം പുരട്ടി കടാര തന്റെ പിറകിൽ വെച്ചുകൊണ്ട് മുസഫിനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മുസഫിന്റെ പിറകിൽ ഇങ്ങനെ പോവാ ഇരുട്ടത്ത്. അത് കഴിഞ്ഞു മുസഫ് നേരെ കൂരയിലോട്ട് കയറി പ്രബോധനത്തിന് വേണ്ടി. കുറെ കഴിഞ്ഞു പുറത്ത് സാദ് കത്ത് കേൾക്കുകയാണ് മുസഫിന്റെ സംസാരം. കുറെ കഴിഞ്ഞു മുസഫ് നേരെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. മുസഫിന്റെ മുമ്പത്തെ സംഭാഷണത്താൽ മുസഫിന് അറിയാമായിരുന്നു സഅദിന്റെ മുമ്പിൽ പെട്ടുകഴിഞ്ഞാൽ അവനെ വധിക്കുമെന്ന് മുസഫിന് അറിയാം. പക്ഷേ മുസഫ് പേടിച്ചുകൊണ്ട് സഅദിനെ നോക്കിയിട്ടുണ്ട്. സമയത്ത് എന്തേലും സഅദിന്റെ രംഗം കണ്ണുനീർ ഇങ്ങനെ വാർന്നിരിക്കുന്നത്. തന്റെ കയ്യിലുണ്ടായിരിക്കുന്ന വിഷപ്പുരട്ടി കടാതെ താഴെ ഇട്ടുകൊണ്ട് എന്തു പറ്റിയും സഅദേ എന്ന് മുസഫ് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പ്രവാചകന്റെ അരികിലോട്ട് അറിയിച്ചെന്ന മനുഷ്യനാണ് മഹാനായ സഅദ്. ആ സഅദ് റളിയല്ലാഹു അൻഹു 30-ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ അടുത്ത് നിന്ന് ഇസ്ലാം സ്വീകരിച്ചു. 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നത്. 5 കൊല്ലം ജീവിച്ചു. എത്ര കൊല്ലം? 5 കൊല്ലം. നമ്മളെ എത്ര കൊല്ലം ജീവിച്ചു? 10 വയസ്സ്, 15 വയസ്സ്, 20 വയസ്സായിട്ട് 40, 50 വയസ്സായിട്ടുണ്ടല്ലേ? 18 വയസ്സുണ്ടാവും, ചിലപ്പോൾ 19 വയസ്സുണ്ടാവും. പറയട്ടോ, മഹാനായ സഅദ് 5 കൊല്ലമാണ് ദീനിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചത്. എത്ര കൊല്ലം? എത്ര? 5 കൊല്ലം. റസൂലുള്ളാഹി പറയാ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു യുദ്ധത്തിൽ ശഹീദായിട്ട് മരണപ്പെട്ടു. ആ മരണപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി പറയുന്ന കാര്യമാണ്, റസൂലിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. റസൂലുള്ളാഹി പറഞ്ഞത് സഅദിന് കിട്ടിയിട്ടുള്ള 5 വർഷം 500 വർഷം വേറൊരുത്തർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും സഅദ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റില്ല എന്ന്. സഅദിനെ റൂഹിനെ പിടിച്ചു എന്നറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയാ 3 കാര്യങ്ങൾ. ഒന്ന്, അല്ലാഹുവിന്റെ അർശിൽ പ്രകമ്പനം കൊണ്ട്. എന്താ അല്ലാഹുവിന്റെ അർശ്? എന്താണ് അല്ലാഹുവിന്റെ അർശ്? ഖുർആൻ പറഞ്ഞു വകാന അർശുഹു അലൽ മാ എന്ന്. എന്താ? അല്ലാഹുവിന്റെ അർശ് വെള്ളത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ അല്ലാഹുവിന്റെ അർശ് വഹിച്ചു കൊണ്ടുപോകുന്ന 9 മലായികത്തുകൾ. എത്ര മലക്ക്? 9 മലായികത്തുകൾ. അതിലെ ഓരോ മലക്കിന്റെയും ചെവി മുതൽ പിരടി വരെ ദൂരത്തിലാണെന്ന് അറിയാം. എന്റെ മക്കള് കൈയിലോ എന്റെ കൈട്ടോ ഇങ്ങനെ വെച്ചോ വെച്ചോ. നമ്മളൊക്കെ ചെറിയ വിരലില്ലേ, ചെറിയ വിരൽ ഒന്ന് നേരെ വലത്തെ ചെവിന്റെ വണ്ടിക്ക് പോകും. വലത്തെ ചെവിന്റെ വണ്ടി തള്ളകണ്ടില്ല, നേരെ പെരടിന്റെ അവിടെ. നമ്മുടെ ചെവിയും പെരടിയും നമ്മുടെ വ്യത്യാസം വരുന്നത് എത്ര ഉണ്ട്? ഒരു ചാണോ 15 18 സെന്റിമീറ്റർ അല്ലേ? അല്ലേ? ആണ്. കഴിഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിന്റെ അർശ് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ എത്ര മലക്കുണ്ടെന്ന് പറഞ്ഞ? എത്ര മലക്ക്? 9 മലക്ക്. ഓരോ മലക്കിന്റെയും ചെവി മുതൽ പിരടി വരെ ദൂരത്തിലെന്ന് അറിയാം. ഒരു 3 ഗസ് അറിയാം. 3 പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? കേട്ടില്ല? ആകാശം തൊട്ട് ഭൂമി വരെ. ഓക്കെ, 1 കഴിഞ്ഞു. 2 ബാക്കി. ശരിയാകാൻ ഒരു പക്ഷേ 2 ബാക്കി. എന്തും പറയട്ടോ? അമ്മമാർക്കുണ്ടോ? 2 ഒഴിവാക്കിട്ടോ? ഞാൻ പറയട്ടെ? അള്ളാഹുവിന്റെ അർശ് വഹിച്ചുകൊണ്ട് പോകുന്ന 9 മലായികത്തുകളിലെ ഓരോ മലക്കിന്റെയും ചെവി മുതൽ പിരടി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 500 വർഷത്തെ വഴിദൂരമാണ്. ഇന്ന് ഞാൻ ഇവിടുന്ന് നടക്കാൻ തുടങ്ങിയിട്ട് 500 വർഷം കഴിഞ്ഞാൽ എവിടെയാണ് നിൽക്കുന്നത്? അത്ര ഉണ്ടാകും. ഒരു ചെവി മുതൽ പിരടി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് തന്ന് അല്ലട്ടോ. ഹദീസുകളിൽ കൃത്യമായി വ്യക്തമായി വഴിവെച്ചിട്ടുണ്ട് 500 വർഷത്തെ വഴിദൂരം എന്ന്. രണ്ടാമത് പറയാട്ടോ, പ്രവാചകൻ പറയുന്നുണ്ട് 5 വർഷം മാത്രം ദീനിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച സഅദ് എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ അർശ് കിടുകിടാ വിറങ്ങലിച്ചിട്ടുണ്ട്.
രണ്ടാമത് പറയാം, അദ്ദേഹത്തിന്റെ മയ്യത്ത് നേരെ കൊണ്ടുവന്നു മദീന പള്ളിയിലോട്ട്. ഒന്നാമത് സഫിൽ വെച്ചു. റസൂലുള്ളാഹിയുടെ നിസ്കരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തു. 70,000-ഓളം മലായികത്തുകൾ ആകാശ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ മരിച്ച എത്ര ആൾക്കാരുണ്ടാവും? നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എത്ര ആളുകൾ ഉണ്ടാകും? ഒരു പക്ഷേ കണക്ക് കൂട്ടാൻ എങ്ങനെയാണെന്നറിയും. നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന ഒരു 100-ഓ 150-ഓ ആളുകൾ, അതിൽ 90-ഓ 80-ഓ ആളുകൾ നമ്മളെ കാണാൻ വേണ്ടി വരും. നാട്ടിലെ ഒട്ടുമിക്ക ആളുകളും ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകനെ മരിച്ചിട്ടു എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി നമ്മുടെ വീട്ടിലോട്ട് വരും. നമ്മുടെ കുടുംബക്കാർ കുറച്ച് വരും, നമ്മുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് കുറച്ച് വരും. അത്രയേ ഉള്ളൂ എങ്കിൽ തീർത്തേണ്ടതുണ്ട്. പക്ഷെ അത് ആ ക്ലാസ് അവസാനിക്കുന്ന മുമ്പ് പറഞ്ഞു തരാം എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം. ജീവിക്കണം ഏതൊരു അറിയും. ആടി കബറ് കുടിക്കുന്ന ആള് പോലും കരയണം നമ്മുടെ ജീവിതം കാരണം. മഹാനെ സാധനം ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി ആ സാധനത്തിന്റെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് എടുക്കുക, പള്ളിക്കാട്ടിലോട്ട് കൊണ്ടുപോയി വെച്ചു. 6 അടി മണ്ണിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം പ്രവാചകൻ സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, ഉമറെ, ഉസ്മാനെ, അലിയെ, അബൂബക്കറെ, സ്വഹാബാക്കൾ ഒന്നാണെന്ന് വിളിച്ച് പറയാണ്, ഇന്നലിൽ കബറിലോട്ട് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കബറൊന്നൊരു പിടുത്തം പിടിക്കും, ഒന്ന് ഹഗ് ചെയ്യും, ഒന്ന് കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടുത്തത്തിനോ ശരീരം മുഴുവനായിട്ടും ഉടുത്തു പറയും, കുട്ടിപ്പൊളരും, ആർത്തു വിളിക്കും, അട്ടാസിക്കും കബറിൽ കിടക്കുന്നവൻ. അതിന്റെ ശബ്ദം ജീവിച്ചിരിക്കുന്ന 2 വർഗത്തിന് കേൾക്കാം. ഒന്ന് ആകാശത്ത് പറക്കുന്ന പക്ഷികളും, 2 കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളും കേൾക്കും. മനുഷ്യന്റെ ശരാശരി കേൾവി എത്ര? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇതിന്റെ മുകളിലുള്ളതോ താഴെയുള്ളതോ മനുഷ്യനെ സംബന്ധിച്ച് കേൾക്കാൻ സാധ്യമല്ല. മനുഷ്യൻ ഒരു പക്ഷെ അതിന്റെ ശബ്ദം കേട്ടിരുന്നു എങ്കിലും സമനില തെറ്റിയിട്ട് താഴെ വീണുപോകുമെന്നും പറഞ്ഞു വന്നത് റസൂൽ പറയാണ്, ആ ഖബറിലെ ശിക്ഷയില്ലാതെ, ശിക്ഷ കേട്ടോ ഒരു പിടുത്തം, ആ പിടുത്തമില്ലാതെ ആരെങ്കിലും നാളെ പരലോകം എന്ന 2-ാം ലോകത്തിലോട്ട് പോകുമെങ്കിൽ അത് മഹാനായ സഅദാണെന്ന് പറഞ്ഞു. എന്ത്? ആ മഹാനായ സഅദ് പോലും ആ ഖബറിലെ ആ പിടുത്തം, ആ ഉറക്കം ഒന്ന് അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ ചോദിക്കണം. അള്ളാന്റെ വെള്ളം കുടിച്ച്, അള്ളാന്റെ ഭക്ഷണം കഴിച്ച്, അള്ളാന്റെ വായു ശ്വസിച്ച് അൽഹംദുലില്ലാഹ് എന്ന് ഹൃദയത്തിൽ എന്തെങ്കിലും ഇറങ്ങി ചെന്നുകൊണ്ട് പറയാൻ സാധ്യമാണ്. ഒരുപാട് കാലമായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ എന്തു ചെയ്തിട്ടുണ്ട്? ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കയ്യിൽ നാളേക്ക് വേണ്ടി മാറ്റി വെക്കാനുള്ളത്? ഒരുപാട് തിന്മകളാണ് നമ്മുടെ കയ്യിലെങ്കിൽ മാറാൻ സമയമുണ്ട്. ഏതുവരെ? തൊണ്ടക്കൊയിൽ നിന്ന് റൂഹിനെ പിടിക്കുന്നത് വരെ. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞിട്ടില്ല. ആരെ വിളിച്ചത്? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. യാ ഇബാദി അർത്ഥം നോക്കുന്നെങ്കിൽ അറിയാം, എന്റെ അടിമ എന്നാണ് അതിന്റെ അർത്ഥം. പോലെ അടിമകളെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആദ്യ തലങ്ങളിലോട്ട് നോക്കുന്നെങ്കിൽ കാണാൻ പറ്റും. എന്താ? എന്റെ പ്രിയപ്പെട്ട അടിമകളെ എന്ന് അർത്ഥം വിളിക്കുന്നത്. ആരെ വിളിച്ചത്? 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാരാണോ? അല്ല. റമദാൻ മാസത്തിൽ കഴിഞ്ഞാൽ എല്ലാ തിരക്കുകളും എല്ലാ തെറ്റുകളും മാറ്റിവെച്ച് സകല റബ്ബിൽ പരമേൽപ്പിച്ചുകൊണ്ട് 30 ദിവസം സുന്ദരമായിട്ട് മാനസികമായിട്ട് ശാരീരികമായി ഞാൻ ഓക്കെയാണ് എങ്കിൽ ആ വൃതം എടുത്തിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് വിളിച്ചത്? അല്ല. ആരെ വിളിച്ചതെന്ന് അറിയും? രാത്രി ഉമ്മയും വാപ്പയും ഉറങ്ങുന്ന സമയത്ത് സ്വന്തം റൂമിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പല പേർക്കും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ചു, ഒരുവനെ വിളിച്ചു, ഒരുവനെ വിളിച്ചു. ഉമ്മയും വാപ്പയും ഉറങ്ങുന്ന സമയത്ത് വൃത്തികെട്ട വേണ്ടാത്തരങ്ങൾ കാണുന്ന ഒരു മനുഷ്യനെയും വിളിച്ചു. സുബഹി സമയത്ത് പള്ളി മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്ന് മാടി വിളിക്കുമ്പോൾ മുതപ്പ് മുഖത്തോട്ട് വലിച്ചിട്ട ഷഹാദത്ത് നെഞ്ചിലേക്ക് മുസ്ലിമിനെയും വിളിച്ചു. ഉമ്മ വിളിക്ക, വാപ്പ വിളിക്ക, എടാ ഇന്ന സാധനം പോയിട്ട് വാങ്ങി വാ എന്ന് പറയുമ്പോ ഉമ്മയെ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങി വരാം, ഉമ്മക്ക് അത്യാവശ്യമാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും പറയും, എടാ അതൊന്ന് വാങ്ങി വാ എന്ന് പറയും. ആ സമയത്ത് ഉമ്മയോട് പറയും നമ്മൾ, ഉമ്മയെ നിങ്ങളോടല്ല പറഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങി വരാമെന്ന്. ഉമ്മയുടെ മനസ്സിൽ പക്ഷേ വേദനിക്കുന്നു. എത്രത്തോളം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും. തിന്മകൾ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനെ റബ്ബ് വിളിച്ചത് എന്റെ അടിമയെ യാ ഇബാദി എന്ന് റബ്ബ് വിളിച്ചിട്ടുള്ളത് വെറുതെ വിളിച്ചാണോ? അല്ല. അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ത്? ലാ തഖ്നതു ബിറഹ്മത്തില്ല. ഒരിക്കലും റബ്ബിന്റെ കാരുണ്യത്തെപ്പറ്റി നിരാശപ്പെടരുത്. മനുഷ്യന്മാരൊക്കെ നമ്മള് അല്ലേ, സങ്കടങ്ങളില്ലേ, വേദനകളില്ലേ, വേവലാതികളും ആശങ്കകളും ആഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. ഒരടിക്കുന്നുണ്ട് അല്ല, വർക്കുണ്ടല്ലോ ആൾക്കാർക്ക്, വർക്കുണ്ടല്ലോ. എന്താ ചെയ്യാ? വർക്കിട്ട് എന്താ ചെയ്യണ്ടേ? ഒന്ന് എഴുതി വർക്കുണ്ടോ? എത്ര മണിക്ക് സ്റ്റാർട്ട് ആണ് നമ്മുടെ ക്ലാസ്?
18 ആ കുറച്ച് സമയം ബാക്കിയുള്ളൂ. രാമണിക്കൂർ 15 മിനിറ്റ് ബാക്കിയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കും. ഓർമ്മിക്കണ്ടോ? തൂങ്ങുന്നുണ്ട് എല്ലാവരും കേട്ടോ. ഇത് രണ്ടാകും അല്ലേ? എല്ലാം അവസാനിപ്പിക്കും. കറക്റ്റ് സമയം കൊണ്ട് ഞാൻ അല്ലേ? തുടക്കം മുതൽ എന്താ പറഞ്ഞത്? കേട്ടില്ല? പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു. ആദ്യത്തിൽ എന്താ പറഞ്ഞത്? കേട്ടില്ല? ഉമ്മയുടെ ഗർഭാശയത്തെ കുറിച്ച് അവസാനിപ്പിക്കുക. എന്റെ സൈനാണ്. രണ്ടാമത് എന്താ പറഞ്ഞേ? അതിന്റെ ഒക്കെ മുന്നേ ഒരു കാര്യം പറഞ്ഞില്ലേ? ചെങ്ങായിനെ കുറിച്ച് പറഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ടോ പണത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇനി അവിടെ ഉണ്ടായിരിക്കും സുഹൃത്തുൽ ആരോ കണ്ടപോലെ നിൽക്കുന്നത്. സുഹൃത്തുൽ ബഖറയിൽ പറഞ്ഞില്ല, ആർക്ക് പറഞ്ഞില്ല? അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞേ? എന്താണ് പറഞ്ഞേ? സ്വഹാബികളെ കുറിച്ച് പറഞ്ഞു. ആദ്യം പറഞ്ഞേ ബിലാലിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമതാണ് പറഞ്ഞേ കേട്ടില്ല? മുസ്തഫയെ കുറിച്ച് പറഞ്ഞു. മൂന്നാമതാണ് പറഞ്ഞേ സഅദ് മുആദിനെ കുറിച്ച് പറഞ്ഞു. ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ലേ? യാത്ര കുടുംബത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, മക്കളെ എഴുന്നേറ്റ് ലാസ്റ്റ് എഴുന്നേറ്റോ? നല്ല കണ്ണ് തുറക്കാതെ നല്ല ശബ്ദം പറയുന്ന കാര്യങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരും. പറയുന്ന കാര്യങ്ങൾ മനസ്സിലോട്ട് നല്ല കൊണ്ടുവരും. കൊണ്ടുവരുമോ? ആളുകളുടെ മോഡലെ കേൾക്കട്ടെ. കൊണ്ടുവരുമോ? കുറഞ്ഞരുത്. കണ്ണടക്കാനൊക്കെ ചാൻസ് പറഞ്ഞില്ലേ? പറയുന്ന കാര്യങ്ങൾ മെല്ലെ ഞാനിനാൽ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലോട്ട് മെല്ലെ കടന്നു വരൂലേ? അല്ലാഹുവിന്റെ ഭൂമിയിൽ സുന്ദരമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മളെ വീട്ടിൽ നിസ്കരിക്കാനുണ്ടെങ്കിലും നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഉമ്മ നല്ല ഭക്ഷണം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല ഭക്ഷണം അതെല്ലാം കഴിച്ച് നമുക്കറിയാം. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്തെ നമുക്കൊക്കെ അറിയാം എന്ത് നാളെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, അവിടേക്ക് പോകണം നമുക്കൊക്കെ അറിയാം. നമ്മളവിടെ എത്തി. രാവിലെ വീട്ടിൽ അറിയാം. അറിയുന്ന സമയത്ത് ചെറിയ ബാഗും നമ്മുടെ മൊബൈൽ ഫോണൊക്കെ എടുത്തിട്ട് നമ്മൾ മെല്ലെ വീട്ടുന്നതിനെ അറിയാം. ആ സമയത്ത് ഉമ്മയുടെ മുഖത്തോട് നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ പറയാം, ഉമ്മയെ ക്യാമ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു വീട്ടുന്നതിനെ അറിയാം. ഉമ്മ നമ്മളത് ചേർത്ത് പിടിച്ച് നമ്മുടെ നെറ്റത്തൊരു മുത്തം തരും. അതും കഴിഞ്ഞ് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നല്ല ചെരുപ്പിട്ട് വീടിന്റെ പടിയിറങ്ങിയിട്ട് ഇങ്ങനെ വീട്ടുന്നതിനാണ്. രാവിലെ ഒരു സമയത്ത് എന്റെ മക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി ആദ്യം ഫൈസത്താന്റെ ക്ലാസ് കേട്ടു. ആ ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഏതൊരു കറുപ്പായിട്ടാണ് എന്തെല്ലോ എന്ന് പറഞ്ഞു. ആ വന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇപ്പത്തെ അവസ്ഥ പറഞ്ഞോ, ഈ ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിക്കും. ഇപ്പത്തെ വിചാരിക്കാൻ കേട്ടോ, വേറെ ഒന്നുമല്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണവും കഴിച്ച് എന്റെ മക്കൾ മെല്ലെ ഇവിടുത്തെ പഠിക്കാറുണ്ട്. ഇതേ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇതേ അവസ്ഥയിൽ ഇതേ പ്രായത്തിലാട്ടോ എന്റെ മക്കൾ മെല്ലെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങി വീട്ടിലോട്ട് ആരും കൂട്ടാൻ വന്നിട്ടില്ല. എല്ലാവരും നടന്നാൻ പോകുന്നു. വീട്ടിലെത്തുന്നതിന് ഏകദേശം 10-15 മിനിറ്റ് മുന്നേ ഒരു ചെറിയ കല്ലിൽ കാല് തട്ടിക്കൊണ്ട് നമ്മുടെ മെല്ലെ താഴോട്ട് വീഴും. താഴെ നമ്മൾ വീണിട്ടുണ്ട്. ചെറിയൊരു കല്ല്, വലിയ കൂർത്തൊരു കല്ല് നമ്മുടെ ശരീരത്തിലെ തലഭാഗത്ത് തട്ടിയതാകട്ടെ മർമ്മഭാഗത്ത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ബോധം ആ സമയത്ത് നഷ്ടപ്പെട്ടു.
ഒരുപാട് രക്തം വല്ലാതെ വാർന്നൊലിച്ചു. കുറച്ച് കഴിഞ്ഞ് വഴിപോക്കന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ വന്നുകൊണ്ട് നമ്മുടെ ശരീരം ഇങ്ങനെ ജീവച്ഛയമായിട്ട് അവിടെ മെല്ലെ ഇങ്ങനെ കിടക്കുന്നത് ആരോ കണ്ടു. നമ്മുടെ ശരീരം മെല്ലെ കുറച്ച് ആളുകൾ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അവർ നേരെ വന്നു. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം 1000-1500 രൂപയുടെ വസ്ത്രമായിരിക്കും. ഡോക്ടർമാർ വന്നുകൊണ്ട് കത്രിക ഉപയോഗിച്ചുകൊണ്ട് അത് ഊരി മാറ്റാതെ കത്രിക ഉപയോഗിച്ച് മുറിച്ചു മാറ്റി. നമ്മുടെ ശരീരത്തിൽ ചെറിയ ജീവൻ ഇങ്ങനെ ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. മർമ്മഭാഗത്താണ് കല്ല് തട്ടിയിട്ടുള്ളത്. ഡോക്ടർമാർ വന്നു, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നു, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നമ്മുടെ വെള്ളം ഉപയോഗിച്ച് സുന്ദരിയാക്കി ശരീരം മുഴുവനായിട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ആ രക്തം മുഴുവനായിട്ട് ഒന്ന് മാറ്റി നിൽക്കും. അത് കഴിഞ്ഞ് ജീവനുണ്ടോ എന്ന് ചെറിയ ജീവനെ കാണുന്നുണ്ട്. അതൊന്നുകൂടെ ഒന്ന് വളർത്താൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനം അവർക്ക് പരാജയം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. മറ്റു ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചിട്ടുണ്ട്. മക്കളെ, കുറെ കാലം കഴിഞ്ഞിട്ട് മരിക്കുന്നതല്ല പറഞ്ഞത്. ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ സമയത്ത് നമ്മൾ മരിക്കുന്നതിനെ കുറിച്ചാണ് മനസ്സിലോട്ട് കാണേണ്ടത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ നിന്ന് മരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 4 ഭാഗത്തും ലൈറ്റുകൾ പല നിറത്തിലായി കത്തുന്നുണ്ട്. കുറെ ആളുകൾ വന്നുകൊണ്ട് നമ്മുടെ ശരീരം കോടായി ഉപയോഗിച്ചുകൊണ്ട് വെട്ടി നുറുക്കുന്നുണ്ട്. ശരീരത്തിന്റെ ഉള്ളിൽ അവയവങ്ങളെല്ലാം പുറത്തോട്ട് മാറ്റി വെച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഉള്ളിലോട്ട് തന്നെ തിരിച്ചു വെച്ച് നല്ല തുന്നി കെട്ടിയിട്ട് മൂക്കിൽ പഞ്ഞി വെച്ച് ചെവിയും പഞ്ഞി വെച്ച് മലക്കുൽ മൗത്തിനെ കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണിലെ ഉള്ളിലെ കൃഷ്ണമണിയടക്കം പുറത്തോട്ട് ഇങ്ങനെ പുറന്തള്ളപ്പെടും. അത് കഴിഞ്ഞ് ഡോക്ടർ വന്നുകൊണ്ട് 5-10 സെക്കൻഡ് നമ്മുടെ കണ്ണുകൾ അടച്ചു പിടിക്കും. ശരീരം മുഴുവനായിട്ടും വെള്ളം കൊണ്ട് പൊതിയും. അകന്നു നിൽക്കുന്ന കാലുകൾ വെള്ള തുണിയെടുത്തുകൊണ്ട് തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് വെള്ള തുണികളാൽ കെട്ടിയിടും. അതും കഴിഞ്ഞ് വെള്ളം പൊതിഞ്ഞ ശരീരവുമായിട്ട് നമ്മുടെ ശരീരം നേരെ ആംബുലൻസിൽ കൊണ്ടുപോയി കയറ്റും. ഇതൊന്നും അറിയാതെ നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്റെ മകൾ ഉച്ച കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ ഉമ്മ. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട് നമ്മൾ ആ ശരീരത്തിൽ. നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞു, അതിന് ശേഷമുള്ള ജീവിതമല്ലേ നമുക്കിങ്ങനെ അനുഭവിക്കാൻ പറ്റും. അപ്പൊ എവിടെയൊക്കെയാണ് കുറെ ആളുകൾ കൊണ്ടുപോകുന്നത്. പരിചയമില്ലാത്ത ഒരുപാട് മുഖങ്ങളുണ്ട്. എന്നെ ആംബുലൻസിലോട്ട് കയറ്റിയിട്ടുണ്ട്. സൈറൻ മുഴക്കിക്കൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. വീടിന്റെ മുറ്റത്ത് ആംബുലൻസ് വന്ന് നിർത്തിയിട്ടുണ്ട്. കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും അയൽക്കാരും എല്ലാവരും ആംബുലൻസിന്റെ 4 ഭാഗവുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഉമ്മ അടുക്കളയിൽ ചട്ടകമാണ് നമുക്ക് വേണ്ടി പത്തിരി കൊണ്ടിരിക്കാം, ചോറിങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ കയ്യിലുമായിട്ട് ഓടി വരിക സിറ്റ് ഔട്ടിലോട്ട്. ഒരുപാട് മുഖങ്ങളെ കണ്ടു, പരിചയമുള്ളതും പരിചയമില്ലാത്തതും. നടുവിലായിട്ട് നിശബ്ദമായി നിൽക്കുന്ന ആ ഒരു ആംബുലൻസ് കണ്ടു. ബാക്കിലെ വാതിൽ തുറന്നു. മെല്ലെ ഒരു ചെറിയ ശരീരത്തെ എടുത്തുകൊണ്ട് സിറ്റ് ഔട്ട് പോയി ഉമ്മ വഴി നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു. ഉമ്മയാകട്ടെ ഉറുമ്പരിക്കുന്നതിനേക്കാളും മെല്ലെ നടന്നുകൊണ്ട് ഉമ്മ ഡൈനിങ് ഹാളിലോട്ട് എത്തി. ആ സമയത്തോ ഉമ്മ ആ മുഖത്തെ മനസ്സുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട്, വീട് മാറിയിട്ട് ഇവിടെ വന്നതായിരിക്കണമെന്ന് ഉമ്മ മനസ്സുകൊണ്ട് പറഞ്ഞു പോ. ഉമ്മക്കറിയില്ല ആരുടെ മയ്യത്താണ് എന്ന്. ഉമ്മ മെല്ലെ ഉറുമ്പരിക്കുന്നതിനേക്കാളും മെല്ലെ നടന്നുകൊണ്ട് ആ മയ്യത്തിന്റെ മുമ്പിൽ മുഖത്തെ പുതപ്പൊക്കെ മാറ്റി പോകും. ഉമ്മ കാണുന്നതോ സുന്ദരിയായിട്ട് ഞാൻ കിടക്കുന്ന, നമ്മൾ കിടക്കുന്ന ആ ശരീരത്തെ കാണും. ഉമ്മാന്റെ പകുതി ജീവൻ നഷ്ടപ്പെടും. ഉമ്മാന്റെ പകുതി ശ്വാസവും നഷ്ടപ്പെടും. ഉമ്മ ആർത്തു വിളിക്കാൻ വേണ്ടി പല തവണയായിട്ട് നോക്കും. ഉമ്മാന്റെ ശബ്ദം മുഴുവനായും നഷ്ടപ്പെടും. ഉമ്മാന്റെ കണ്ണുനീർ അവിടെ ഇങ്ങനെ നിൽക്കും, പുറത്തോട്ട് വരാതെ. ഉമ്മാന്റെ കണ്ണുകൾ നോക്കും. ഉമ്മാന്റെ ശരീരത്തിലെ പകുതി ജീവനും നഷ്ടപ്പെടും. തളർന്നിങ്ങനെ ഇരിക്കും. കുടുംബക്കാരെ ഒന്നുകൊണ്ട് നമ്മുടെ ഉമ്മയെ എടുത്തുകൊണ്ട് നേരെ റൂമിൽ കൊണ്ടുപോയി കിടത്തും. അത് കഴിഞ്ഞ് നമ്മുടെ പാപ്പ അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടിരിക്കുക നമുക്ക് വേണ്ടിയിട്ട്. ഉച്ചക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ നല്ല ഭക്ഷണം വാങ്ങിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് ഉപ്പയുടെ കാതിൽ പോയിട്ട് ആരോ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മകൾക്കെന്തോ പറ്റിയിട്ടുണ്ട്, വീട്ടിലൊന്ന് പോയി നോക്കണമെന്ന്. ഉപ്പ സാധാരണ വരുന്നതിനേക്കാളും ഒന്ന് വേഗത്തിലായിട്ട് ഇപ്പൊ വീട്ടിലോട്ട് നടന്നു. വീടിന്റെ മുമ്പിലെത്തുമ്പോഴോ ഒരുപാട് പരിചയ മുഖങ്ങളുണ്ട്. അവരെല്ലാം ഗൗരവത്തിലാണ്. മെല്ലെ അവരിലൂടെ മെല്ലെ വീടിന്റെ പടികളെല്ലാം ചവിട്ടി കയറിയിട്ട് ഉപ്പ വീട്ടിലോട്ട് പോകുന്നുണ്ട്. സാധാരണ വീടിന്റെ പടി ചവിട്ടി കയറുമ്പോ മക്കളെ എന്ന് വിളിക്കുമ്പോ ഉമ്മ പറയാറുണ്ട്, എന്ത് മക്കളെ നിങ്ങളുടെ വാപ്പ വന്നിട്ടുണ്ട് എന്ന് ഉമ്മ പറയാറുണ്ട്. ആ സമയത്ത് ഉപ്പ ഇങ്ങനെ കയറുന്ന സമയത്തോ മെല്ലെ ഉമ്മരിക്കുന്നതിനേക്കാളും മെല്ലെ ഡൈനിങ് ഹാളിലോട്ട് നമ്മുടെ ശരീരം കാണും. ഉപ്പ കരഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഉപ്പ കരഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഉപ്പ നേരെ പുറത്തോട്ട് ധൃതി പിടിച്ചു പോകും. എന്റെ മക്കളെ ആരെല്ലാം കാണാൻ വന്നു അവർക്കെല്ലാം പന്തല്
കിടപ്പറ നമുക്ക് വേണ്ടി കബറിനെ വിളിച്ചുകൊണ്ടിരിക്കും. അളവിനൊത്ത് ഇപ്പൊ പോകും. നമ്മുടെ അനിയനും അനിയത്തി നമ്മുടെ അരികിലോട്ട് പോകും. താത്തയെ എഴുന്നേൽക്കിയെന്ന് പറയും, മറുപടിയില്ല. അവരുടെ സങ്കടം പറയും, താത്ത എഴുന്നേൽക്കിയെന്ന്, മറുപടിയില്ല. സങ്കടം പറയും, എന്താ ഇന്നലെ രാത്രി താത്താനെ വാർത്ത് കിടന്നായിരുന്നു, അരികെ കിടന്നായിരുന്നു, ഞാൻ ഇറങ്ങിയത്, ഒരുപാട് കഥകളും പാട്ടുകളും പാടി തന്നിരുന്നു, താത്തെ കൊടുന്ന് എഴുന്നേൽക്കി എന്ന് കെഞ്ചി കെഞ്ചി അനിയനും അനിയത്തിയും പറയും. നമ്മൾ എഴുന്നേൽക്കില്ല. ഉമ്മയുടെ അരികിലോട്ട് പോയിട്ട് അനിയത്തിയും അനിയനും സങ്കടം പറയും, ഉമ്മയെ താത്ത എഴുന്നേൽക്കുന്നില്ല എന്ന് പറയും. ഉണ്ടാവില്ല. കാക്കയും കാക്കയും നമ്മുടെ ശരീരത്തിന്റെ അരികിലോട്ട് പോയി നമ്മുടെ മയ്യത്ത് കാണും. അവർക്കറിയാം എന്റെ അനിയത്തി മരണപ്പെട്ടു എന്ന് അവർക്കറിയാം. പക്ഷേ അവരും കൂടി എഴുന്നേൽക്കണം. മയ്യത്തായി നമ്മളിങ്ങനെ പറയും, കാക്കയും കറിയും കേട്ടോ. കാക്കയും വിദ്യാർത്ഥി ഒന്നടങ്കം പറയും, ഇന്നലെ എന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നല്ല ക്യാമ്പസിൽ പോയത്, എന്റെ വാച്ച് എന്റെ വസ്ത്രങ്ങളെല്ലാം നീയും ധരിച്ചിരുന്നു. ആ സമയത്ത് അവരും തിരിച്ചു പോകും, മറുപടിയില്ല എന്നറിയുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് അവര് കണ്ടു കഴിയും. പ്രിയപ്പെട്ടവരെല്ലാം കാണും, സ്റ്റാറ്റസുകളിൽ വെക്കും, മരണപ്പെട്ടു, നമ്മിൽ നിന്നും വിട പറഞ്ഞു എന്നല്ല. ആ സ്റ്റാറ്റസ് പോലും മറക്കും. എപ്പോന്നറിയും, 23 മണിക്കൂർ കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റസ് പോലും നമ്മളെ മറന്നു കളയും. പ്രിയപ്പെട്ടവരെല്ലാം നമ്മുടെ മയ്യത്ത് കണ്ടതിന് ശേഷം പുറത്തോട്ട് പോകും. അവസാനമായിട്ട് നമ്മുടെ വാപ്പോന്ന് ചോദിക്കും, മയ്യത്ത് എടുക്കാനായിട്ടുണ്ട്, മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുകയാണ്, ആർക്കെങ്കിലും കാണാൻ ബാക്കിയുണ്ട് എങ്കിൽ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കാണാമെന്ന് നമ്മുടെ വാപ്പെങ്കിലും പറയും. ബ്രേക്കടിക്കും, നമ്മുടെ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി നമ്മുടെ റൂമിലോട്ട് എടുക്കുക. സാധാരണ തണുപ്പ് കാലമായ രാത്രി ഉമ്മയോട് പറയാറുണ്ട്, ഉമ്മയെ രാവിലെ ഞാൻ കുളിക്കാനിരിക്കുന്ന സമയത്ത് നല്ല ചൂടുവെള്ളം, തിളപ്പിച്ച ചൂടുവെള്ളം കൊണ്ടുവരണേ എന്ന് തലേ ദിവസം രാത്രി ഉമ്മയോട് പറഞ്ഞുകൊണ്ടാണ് രാത്രി ഉറങ്ങാറ്. നമ്മൾ രാവിലെ കുളിക്കുമ്പോഴോ നല്ല നമ്മൾ എഴുന്നേൽക്കുന്നതിനേക്കാളും സ്പീഡിൽ എഴുന്നേറ്റിക്കൊണ്ട് നമ്മൾക്ക് ആ വെള്ളം കൊണ്ടുവന്ന് തരും. പക്ഷേ നമ്മുടെ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മയും ഉപ്പയും ഉപ്പാപ്പയും വേണ്ടപ്പെട്ടവരും ഒന്നുകൊണ്ട് നമ്മുടെ ശരീരത്തെ കുളിപ്പിക്കും. ഉള്ളിലെ കാഷ്ടങ്ങളെല്ലാം പുറത്തടിക്കും, സുന്ദരിയാക്കിയിട്ട് ഇങ്ങനെ കിടക്കും. മീറ്ററിന് 50 or 60 രൂപ മാത്രം വരുന്ന വെള്ള തുണി ഉപയോഗിച്ചുകൊണ്ട്, 5 കഷ്ണം തുണി ഉപയോഗിച്ചുകൊണ്ട് ശരീരം മുഴുവനായിട്ട് പൊതിയും. ആലോചിക്കട്ടോ, നമ്മളിപ്പോട്ടിരിക്കുന്ന വസ്ത്രം 1000 1500 2000 രൂപയുടെ വസ്ത്രമായിരിക്കും. പക്ഷേ അന്ന് മീറ്ററിന് തുച്ഛമായത്, ഒരു വാപ്പയും ഒരു ഉമ്മയും എന്റെ മകൾക്ക് 1000 1500 രൂപയുടെ വെള്ള വസ്ത്രം വേണമെന്ന് പറഞ്ഞ് ഒരു ഉമ്മയും വാപ്പയും നമുക്ക് വേണ്ടി ധരിപ്പിച്ചു തരില്ല. വാപ്പ എന്താ ചെയ്യാനറിയോ? വാപ്പാന്റെ അലമാര തുറന്ന് വാപ്പാക്ക് വേണ്ടി 3 കഷ്ണം തുണി മാറ്റി വെച്ചിട്ടുണ്ടാകും. അത് നേരെ കൊണ്ടുവന്ന് ഉമ്മയുടേത് എടുത്തുകൊണ്ട് നമ്മുടെ ശരീരം പൊതിഞ്ഞു തരും, മുക്കിൽ പഞ്ഞു വെച്ചു തരും. ഉമ്മയൊന്ന് നമ്മുടെ കണ്ണുകൾ തുറന്നു നോക്കും, മുഖത്ത് പലതവണയായിട്ട് നമ്മുടെ ഉമ്മ വെച്ചു തരും. കണ്ണുകളടക്കും വെള്ളപ്പൊതിയും, ശരീരത്തിന്റെ ചൂടിനെ പൊന്തുന്നുണ്ടാകും. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ചൂടായിരിക്കും. പക്ഷേ മരിച്ചു കഴിഞ്ഞാലോ ശരീരത്തെ തൊട്ട് കഴിഞ്ഞാൽ ചൂട് തണുപ്പ് മാത്രമാണ് നമുക്ക് അനുഭവപ്പെടുക. ആ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞ് സുന്ദരിയാക്കി കഫംകൂടെ നമുക്ക് പോക്കറ്റ് പോലും ഇല്ലാത്ത നമ്മുടെ ശരീരത്തെ നേരെ എടുത്തുകൊണ്ട് ഡൈനിങ് ഹാളിലോട്ട് കൊണ്ടുപോയി വെക്കും. വാപ്പ ചോദിക്കും, അവസാനമായിട്ട് ആർക്കെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ എന്ന്. നമ്മുടെ ഉമ്മ MLA ഉദ്ഘാടനത്തിൽ വരുന്നത് പോലെ നമ്മുടെ ഉമ്മയെ കൊണ്ടുപോരും ഡൈനിങ് ഹാളിലെത്തും. ഉമ്മ കരഞ്ഞിട്ടില്ല കേട്ടോ. ഉമ്മ ഇങ്ങനെ നമ്മുടെ മുഖത്ത്, നമ്മുടെ ശരീരത്തിന് മുമ്പിലായിട്ട് ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് ഉമ്മ നമ്മുടെ നെറ്റത്തിൽ മുത്തം വരുന്നതിന് മുൻപ് ഉമ്മയുടെ കണ്ണുനീര് നമ്മുടെ മുഖത്തൂടെ വാർന്നൊലിക്കും. ഉമ്മ അങ്ങനെ ആർത്തു കരയും, കുഞ്ഞു പകരേ എന്ന് പറഞ്ഞുകൊണ്ട്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോ നമ്മൾ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പ് എഴുന്നേറ്റ് ഞാൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഉറങ്ങുന്ന ഒരു യന്ത്രമാണ് നമ്മുടെ ഉമ്മ. രാവിലെ എഴുന്നേറ്റാൽ ഉമ്മ ബ്രഷ് എവിടെ, പേസ്റ്റ് എവിടെ, വസ്ത്രം എവിടെ, മോട്ടറിൽ ടാങ്കിൽ വെള്ളമില്ലട്ടോ, മോട്ടർ ഒന്ന് ഓണാക്കി എന്ന് പല തവണയായിട്ട് വിളിച്ചു പറയും. ഉമ്മ എന്ന് വിളിക്കുമ്പോൾ മറുപടി ഇല്ലാത്ത നിൽക്കുന്ന അവസ്ഥ, വല്ലാത്ത അവസ്ഥയാണ്. ജീവിതത്തിന്റെ പകുതി നഷ്ടപ്പെട്ടു എന്ന് അതിന്റെ അർത്ഥം. ആ ഉമ്മാനെ എല്ലാവരും എടുത്തു മാറ്റും. ഉമ്മ ആർത്തു വിളിക്കും നമ്മുടെ പേര്, നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന പേര് ഉമ്മ ആർത്തു വിളിക്കും. ഉമ്മയെ നമ്മുടെ ഉപ്പ വന്നുകൊണ്ട് എടുത്തു മാറ്റും. നമ്മുടെ ശരീരത്തെ വെള്ളം പൊതിഞ്ഞ ശരീരം, വീടിന്റെ പടിയെല്ലാം സിറ്റോട്ട് വഴി വീടിന്റെ പടിയെല്ലാം മറക്കും. ആരുടെ തോളിലെഴുതിയിട്ട ഉപ്പ ഉണ്ടാകും, ഉപ്പാപ്പ ഉണ്ടാകും, മൂത്താപ്പയും ഉക്കാപ്പൊക്കെ ഉണ്ടാകും. അവരുടെ തോളിൽ എഴുതിയിട്ട് നമ്മുടെ മയ്യത്തിന്റെ വീടിന്റെ പുറത്തോട്ട് ഇങ്ങനെ ഇറക്കും. ഇങ്ങനെ ഇറക്കുക, വീടിന്റെ പുറത്തോട്ട് ഇറക്കുമ്പോ ആ വീട്ടിലോട്ട് മടക്കില്ല. പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഷൂസും ചെരുപ്പും എല്ലാം നമ്മളെ കാത്തിരിക്കും. അവരിങ്ങനെ പറയും, എന്നെ ഇട്ടുകൊണ്ട് പോകണമെന്ന് സങ്കടം പറയും. അവരെല്ലാം നോക്കി വീടിൽ സാധാരണ
എനിക്കറിയാം, എത്ര തിരക്കിലോട്ട് പോയി കഴിഞ്ഞാലും തിരിച്ചെന്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാമെന്നും കിടക്കാമെന്നും എനിക്കറിയാം. പക്ഷേ ആ വീടിന്റെ പുറത്തോട്ട് ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് തിരിച്ചൊരു മടക്കമില്ലാത്ത യാത്രയിലോട്ടാണ് നമ്മളിങ്ങനെ ഇറക്കുന്നത്. നമ്മളിങ്ങനെ വയ്യത്തായി നമ്മളിങ്ങനെ വീടിനെ നോക്കും, ഉമ്മ ഇങ്ങനെ കരഞ്ഞിരിക്കും, വാപ്പാന്റെ തുറന്ന് അവിടെ കിടക്കുന്നുണ്ട്, വാപ്പയൊന്ന് പാടി നോക്കും. ആ സമയത്തോ വാപ്പാന്റെ കണ്ണിന് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും എല്ലാവരും നമ്മളിങ്ങനെ നോക്കിയിരിക്കും. എല്ലാവരും നാനാഭാഗത്തും നോക്കിയിരിക്കും. നമ്മുടെ മുതലാകട്ടെ നീല പന്തല് ധരിച്ചിട്ടുണ്ട്, ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ ഉമ്മയെ ഉമ്മയെ സമാധാനിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലുണ്ട്. വീടില്ലാത്ത അവസ്ഥയില്ല, സമാധാനമില്ല, എല്ലാവരും നിറഞ്ഞു നിൽക്കണം. വെള്ളത്തിന്റെ ഗ്ലാസുകളും സ്പൂണുകളും എല്ലാമായിട്ട് നമ്മുടെ വീടിങ്ങനെ നിറഞ്ഞു മൂകമായിട്ട് നിൽക്കുകയാണ്. ആ വീട്ടിൽ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോവുക. പള്ളിയിലെ ഒന്നാമത്തെ സ്വത്തിൽ വെച്ചു നമ്മുടെ വാപ്പ വൈദ്യുസ്കരിക്കാൻ വേണ്ടിയിട്ട് നേരെ വരിക. എന്റെ മകള് മരണപ്പെട്ടു, വാക്കാലോ പ്രവർത്തിയാലോ വല്ല പ്രയാസമുണ്ടെങ്കിൽ മകൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയും. ഇപ്പൊ തെക്കുവീർ കിട്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്, പപ്പ തെക്കുവീർ കിട്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വാപ്പാന്റെ ശബ്ദം പകുതി ഇടും. രണ്ടാമത്തെ തക്ബീർ കേട്ടും വാപ്പാന്റെ ശബ്ദം പകുതിയിൽ പോകും. മൂന്നാമത്തെ തക്ബീർ കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ ഉപ്പാന്റെ പകുതി ജീവൻ നഷ്ടപ്പെടും, ഉപ്പാന്റെ ശബ്ദം മുഴുവൻ നഷ്ടപ്പെടും. അതും കഴിഞ്ഞ് ആറ് കാല് കട്ടിലായിട്ട് കൊണ്ടുപോയിട്ട് 6 അടി മണ്ണിൽ നമ്മളെ ഇറക്കി വെക്കും. ഏത് മണ്ണെന്ന് അറിയും? ഇരുട്ട് നിറഞ്ഞ ഇരുട്ടിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കും. പാമ്പും പഴുതായും ചേരയുമായിട്ട് നിൽക്കുന്ന 6 അടി മണ്ണിൽ നമ്മളെ ഇറക്കി വെക്കും. കൂട്ടിനായിട്ട് എന്താണത്? നമ്മുടെ ശരീരത്തിലെ കഫം പുടവയും മൂക്കിൽ വെച്ചിരിക്കുന്ന പഞ്ഞിയും കൂട്ടിനായിട്ട് എന്റെ നന്മകളും തിന്മകളും. പ്രിയപ്പെട്ടവർ, ഒന്നുകൊണ്ട് നമ്മുടെ മയ്യത്തിന്റെ മുകളിലായിട്ട് കല്ലുകൾ ഇങ്ങനെ ഇരിക്കും. ശരീരത്തിന്റെ മുകളിലായിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരും ഉപ്പയും ഉമ്മയും വേണ്ടപ്പെട്ടവർ പോലും എന്ത് ചെയ്യും? ശരീരത്തിൽ മണല് വാരി 3 പിടി മണ്ണ് വാരി എറിയും. എല്ലാവരും പ്രാർത്ഥിക്കും. 1 മണിക്കൂർ കഴിഞ്ഞാൽ എല്ലാവരും പോകാൻ തുടങ്ങും. നമ്മുടെ വാപ്പ കരയാതെ നമ്മുടെ വാപ്പല്ലേ മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കും, 4 ഭാഗം നോക്കും. എല്ലാവരും പോയെന്നറിഞ്ഞാൽ ഉപ്പ ആർത്തു കരയും. ഏതുപ്പറിയും കഥ പറയുന്നുണ്ട്. ഉപ്പയും മകളും കൂടി ഉപ്പ ഒരു മകളെ ഒക്കത്ത് വെച്ചിങ്ങനെ പോവാ അങ്ങാടി കൂടെ. വാപ്പ ചോദിച്ചു, എടാ ആ കാണുന്നത് എന്താണെന്ന്. ഉപ്പയും മകളും കൂടി ഇങ്ങനെ അങ്ങാടികൾ നടന്നു പോകുമ്പോ വാപ്പ ചോദിച്ചു മകളോട്, ചോദിച്ചു എടാ ആ കാണുന്നത് എന്താണെന്ന്. മകള് മറുപടി കൊടുത്തു, എന്താ വാപ്പേ അത് കുരുവിയാട്ടോ. രണ്ടാമത് വാപ്പ ചോദിച്ചു, മകള് മറുപടി കൊടുത്തു, വാപ്പേ അത് കുരുവിയാട്ടോ. മൂന്നാമത് വാപ്പ ചോദിച്ചപ്പോ മകളുടെ ശബ്ദമൊന്ന് ഉയർന്നു, വാപ്പേ എന്നോടല്ല പറഞ്ഞ കുരുവിയാണെന്ന്. ഉപ്പാന്റെ മനസ്സ് വേദനിച്ചു. വീട്ടിലെത്തിയിട്ടുണ്ട്. ഉപ്പ നേരെ ഉപ്പാന്റെ ഡയറി എടുത്ത് മകളുടെ കയ്യിൽ കൊടുത്തു. എത്രാമത്തെ പേര് എത്രാമത്തെ വരി വായിച്ചു. ഞാനും എന്റെ മകളും കൂടി അങ്ങാടിയോടെ നടന്നു പോയപ്പോ എന്റെ മകള് ചോദിച്ചു, വാപ്പേ ആ ശബ്ദം കേൾക്കുന്നത് എന്താണ്? പറഞ്ഞു കൊടുത്തു കുരുവിയാണെന്ന്. വീണ്ടും ചോദിച്ചു, പറഞ്ഞു കൊടുത്തു കുരുവിയാണെന്ന്. പേജിന്റെ അവസാനത്തിൽ കണ്ടു 78 തവണയോളം എന്റെ വാപ്പ എന്നോട് പറഞ്ഞിരുന്നു, എടാ അത് കുരുവിയാട്ടോ. ആ വാപ്പ പൊട്ടിക്കരയാൻ തുടങ്ങുന്നു. ഏത് വാപ്പാന്നറിയോ? ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ അത് വാപ്പാന്റെ ചോരയാണ്. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഈ നിലയിൽ നമ്മൾ എത്തണമെങ്കിൽ അത് വാപ്പുണ്ടായത് കൊണ്ട് മാത്രമാണ്. അറബ് നാട്ടിൽ പോയി അറബിയുടെ ആട്ടും തുപ്പും കേട്ട് നമ്മൾക്ക് വേണ്ടി സഹികെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ല ഒരു യന്ത്രമാണ് നമ്മുടെ വാപ്പ. ഉമ്മയുടെ ചീത്ത ഉണ്ടാകും, മക്കളെ നമ്മുടെ ചീത്ത ഉണ്ടാകും. ആ വാപ്പയാകട്ടെ വെറും സാധാരണ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം ഓരോ ദിവസത്തെയും യാത്രയാക്കുമ്പോൾ നമ്മളോ ഏറ്റവും നല്ല മുന്തിയിലും വസ്ത്രം ധരിച്ചു മുന്തിയിലും ഭക്ഷണം കഴിച്ചാണ് ഓരോ ദിവസത്തെയും യാത്രയാക്കുന്നത്. ആ വാപ്പയും പൊട്ടിക്കറിയും, വാപ്പയും കൊണ്ടുപോകും. വാപ്പയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ വരും, നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ കസിൻസ് വരും, നമ്മുടെ ഫ്രണ്ട്സ് വരും, നമ്മുടെ കുടുംബക്കാർ വരും, നമ്മുടെ മുമ്പിൽ കയറും, നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കും, നമ്മുടെ ലാപ്ടോപ്പ് എടുക്കും, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം മുഴുവനും എടുക്കും. അവർ ഓരോ പേരെ കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകുക? ആ കുപ്പായി ഞാൻ നാട്ടായിരുന്നു, അത് എനിക്ക് വേണം. മൊബൈൽ ഫോൺ എന്റെ സിം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ കൊണ്ടുപോവാണ്. ലാപ്ടോപ്പിൽ എന്റെ ഫിലിം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ കൊണ്ടുപോകാണ്. റൂം മുഴുവനായിട്ടും പ്രിയപ്പെട്ടവർ കയ്യേറും. അതും കഴിഞ്ഞ് നമ്മൾ മരിച്ച ദിവസം മഴ പെയ്തു എങ്കിൽ കബറിൽ എങ്ങനെയെന്നറിയോ? തലയണയായിട്ട് കല്ലുകൾ മാറ്റി വെക്കും. രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉമ്മ നമ്മുടെ ബെഡിന്റെ അരികിലോട്ട് വരും. ഉറങ്ങിയോ എന്ന് ചോദിച്ചിട്ട്, ഇല്ല എങ്കിൽ നമ്മുടെ ബെഡിനെ പൊടി തട്ടി തരും, തലയണ വൃത്തിയാക്കി തരും, AC-യും ഫാനും ഓണാക്കി തരും. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് എന്റെ ശരീരത്തിൽ പുതപ്പ് വിട്ടതിന് ശേഷമാണ് നമ്മുടെ ഉമ്മ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ കിടപ്പറയിലോട്ട് പോകുന്നത്. പക്ഷേ കബറിലാകുന്ന സമയത്തോ ഞാൻ മാത്രമാണ്, എന്റെ തിന്മകൾ മാത്രമാണ്, എന്റെ നന്മകളും പാമ്പും ചേരിയും പഴുതാരിയും മാത്രമാണ്. ഞാൻ മനുഷ്യൻ കിടക്കുന്ന രാത്രിയിൽ മഴ പെയ്തു എങ്കിൽ ആ ചുവപ്പ് മണ്ണിലൂടെ വെള്ളങ്ങനെ ഊർന്നിറങ്ങും. അടിയിലാകട്ടെ ഉപ്പിലിട്ടതുപോലെ നമ്മളിങ്ങനെ പൊന്തി നിൽക്കും വെള്ളത്തിൽ. അവിടെ നിന്ന് വിളിക്കും, ഉമ്മ എന്ന് വിളിക്കും.
കണ്ടാൽ തന്നെ പേടിയാകുന്ന മലായികത്തുകൾ നാല് ഭാഗം വട്ടമിട്ട് കറക്കും. അത് കാണണ്ടാന്ന് ഞാൻ കണ്ണുമടക്കും. എന്നാലും ആ കാഴ്ചകൾ പറയാതെ നിലനിൽക്കും. നമ്മുടെ തിന്മകൾ അവരെ പറയും, വൃത്തികേട് കണ്ടിരുന്നല്ലേ, വൃത്തികെട്ട മെസ്സേജുകൾ അയച്ചിരുന്നല്ലേ, വൃത്തികെട്ട ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നല്ലേ. മലായികത്തുകൾ ചോദിക്കും. അത് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ കണ്ടുകൊണ്ടേ കുത്തുമത്രേ. നമുക്കറിയാം, മണ്ണറബുക്ക, ആരാറബ് അല്ലാഹയാണ്, മാ ദീനുക ഇസ്ലാമാണ്, മാ കിതാബുക ഖുർആനാണ്, മാ ഇമാമുക റസൂലുള്ളാഹിയാണ്. കബറിലെത്തിക്കഴിഞ്ഞാൽ നന്മയേക്കാൾ കൂടുതൽ തിന്മക്കാണ് ഗ്രാഹം എങ്കിൽ നമ്മുടെ കബറിലെത്തിക്കഴിഞ്ഞാൽ മണ്ണറബുക്ക ചോദ്യത്തിന് അറിയാം, നാവിന് സ്വീകരിക്കപ്പെടും. പറയും നമ്മൾ, ഹാ അലാദ്രി റബ്ബേ എനിക്കറിയില്ല എന്നും. ഇതാണ് നമ്മുടെ ജീവിതം. ഇത്രയുള്ളൂ നമ്മുടെ ജീവിതം. ഒരുപാട് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മളെ കുറിച്ച് പറയാണ്. മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, രണ്ടാമത് ഉമർ എന്ന് നിശ്ചയിച്ച മനുഷ്യനാണ് മഹാനായ ഉമർ. ഖബറിന്റെ അടുത്തൂടെ ഇങ്ങനെ പോകും. രാത്രി ഖബറിനെ ഇഷ്ടപ്പെട്ടവനാ, ഇരുട്ടിനെ ഇഷ്ടപ്പെട്ട് ഖബറിന്റെ അരികിലോട്ട് ഇങ്ങനെ പോകും. ആ സമയത്ത് ഖബറിനോട് വർത്തമാനം പറയുന്നത്, യാ അയ്യുഹൽ മഖ്ബറ, ഓ മഖ്ബറ, കം ഫീക മിൻ ഹബീബ്, കം ഫീക മിൻ ഖലീബ്. ഖബറേ, എന്റെ പ്രിയപ്പെട്ടവർ എന്റെ കൂടെ കിടന്നുറങ്ങുകയാണ്. എന്റെ ഉമ്മ, എന്റെ വാപ്പ, എന്റെ പ്രിയപ്പെട്ടവർ അവരെല്ലാം എന്റെ കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. ഒരുപാട് ഖബറുകൾ കാണാം. ചെറിയ മീസാൻ കല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏതൊരു കുഞ്ഞിന്റെ ഖബറാണെന്ന്. 6 അടി നീളമുള്ള വലിയ ഖബർ കണ്ടു കഴിഞ്ഞാൽ വെറും ഒരു മനുഷ്യന്റെ മാത്രമല്ല, ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹവും നിറഞ്ഞതാണ് ആ ഖബറിൽ കിടക്കുന്നത് എന്ന് പറയാൻ പറ്റും. കുറച്ചു കഴിഞ്ഞ് ഉമർ മരണത്തോട് ചോദിക്കുന്നുണ്ട്, യാ മൗത്, മരണമേ, മാദാ ഫഅൽതു ലിൽ അഹിബ്ബ, എന്റെ പ്രിയപ്പെട്ടവരെ നീ എന്തു ചെയ്തു? മരണം മറുപടി പറയുന്നത്രേ, അകൽതുൽ ഐനൈൻ വഹലഖതൈൻ, കണ്ണുകൾ ഞാൻ നുഴഞ്ഞു തിന്നിട്ടുണ്ട്, വഹലഖതൈൻ, കവിളുകൾ ഞാൻ നുഴഞ്ഞു തിന്നിട്ടുണ്ട് എന്ന് മരണം പറയുന്നത്രേ. മക്കളെ, അത്രയുള്ള ജീവിതം. മരണങ്ങൾ പല രൂപത്തിലും കാണുന്നുണ്ട്. നമ്മൾ പത്രങ്ങളിൽ ഓരോ പേപ്പറിലും മറിച്ചു നോക്കുന്ന സമയത്ത് പല രൂപത്തിൽ മരണങ്ങൾ കാണാം. ആക്സിഡന്റ് പറ്റിയിട്ട്, തലയിൽ തേങ്ങ വീണിട്ട്, കുഴഞ്ഞു വീണിട്ട്, അറ്റാക്ക് പറ്റിയിട്ട്, തെന്നി വീണിട്ട്, ഒരുപാട് മരണങ്ങൾ പല രൂപത്തിലും പല വയസ്സിലും കാണുന്നുണ്ട്. 120 വയസ്സോടെ ജീവിക്കുന്ന ആളുകൾ ഈ ദുനിയാവിലുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ പുറത്തോട്ട് വന്ന് വെറും 5-10 സെക്കൻഡ് മാത്രം ജീവിക്കുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്. പറയണം, നമ്മള് 18 വയസ്സായിട്ടും ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. തിന്മകൾ മാത്രമാണ് എങ്കിൽ തിരുത്തേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട അടിമേ, റബ്ബിനെ കുറിച്ച് പേടിക്കുന്നുണ്ടോ? മനുഷ്യന്മാരെ നമ്മള് സങ്കടങ്ങളും വേദനകളും വേവലാതികളും ആശങ്കകളും ആഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. എത്ര നല്ല സങ്കടങ്ങൾ വന്നാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. തെറ്റുകൾ ഒരുപാട് ചെയ്തുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് മനസ്സ് നമ്മളോട് തന്നെ പറയുമെങ്കിൽ റബ്ബ് വിളിച്ചു, യാ ഇബാദി ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാമെന്ന്. ഒരു ഉമ്മ എങ്ങനെയാണോ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ആ മുലക്കണ്ണുകൾ എങ്ങനെയാണോ കുഞ്ഞിന്റെ വായോട് വെച്ചു കൊടുത്ത് സംരക്ഷണത്തിൽ എത്രത്തോളമാണോ നോക്കിയിട്ടാണോ പാല് കൊടുക്കുന്നത്, അതിനേക്കാളും 100 ഇരട്ടി, 10,000 ഇരട്ടി, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇരട്ടി ആ റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഉമ്മയെക്കാളും വാപ്പയെക്കാളും. അവരെല്ലാം മറക്കരുത്. സുന്ദരമായി കൊണ്ടായിരിക്കണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കണ്ടോ സമയത്തായിട്ടുണ്ട് 11 എത്രയുണ്ട്? 12:23. എത്ര മിനിറ്റ് കൂടുതൽ എടുത്തു? 5 മിനിറ്റ് അല്ലേ? 1 മണിക്കൂറും 5 മിനിറ്റേ സംസാരിക്കാൻ പറ്റും. എന്താ വെറുതെ കരഞ്ഞിരിക്കാൻ ആണോ? ഉറങ്ങിയില്ലേ? ഉറങ്ങിയില്ലേ? എന്താണ് ഓടിച്ചോ. 1 മണിക്കൂർ 5 മിനിറ്റ് എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലല്ലോ. 2 മണിക്കൂർ പണയം കൊണ്ടാണ് എത്തിയത്. നല്ല വയറാണ്. രാവിലെ വിളിച്ചപ്പോൾ അറിയുന്നത് എന്റെ വിചാരത്താ ഉച്ച കഴിഞ്ഞിട്ടാണ് എന്റെ ദർശനം. അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നത് എന്തോ വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. രാവിലെ എഴുന്നേറ്റ് സുഖിച്ചു, അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വീണ്ടും കിടന്നു. 8:30 മണിക്ക് എഴുന്നേൽക്കുന്നു. 8:30 മണിക്ക് എഴുന്നേറ്റു, ചായ കുടിച്ചിങ്ങനെ ഇരിക്കണം. ചായയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. 9:50 അപ്പോഴാണ് ഫോൺ വെറുതെ വിളിച്ച് നോക്കിയതാണ്. എവിടെയെങ്കിലും ക്ലാസ് എവിടെയും കാത്തിരിക്കാതെ പറഞ്ഞു. ആ സമയത്ത് അപ്പോൾ ഒരു ഡ്രസ്സ് മാറ്റി 9 മണിക്ക് വീട്ടിലിറങ്ങി 11 മണിക്ക് കൃത്യമായിട്ട് വിളിച്ചു. 18
അവസാനിപ്പിക്കട്ടെ. പറഞ്ഞ കാര്യം മനസ്സിലാക്കി പറഞ്ഞോ അറിയാലോ. പറഞ്ഞോ അവസാനത്തെ കാര്യം പറഞ്ഞോ ഇല്ലല്ലോ? ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞു ഇത്രയും അവിടെ നിന്നൊക്കെ എത്തിയിട്ടുണ്ട് യാത്രയിൽ. എന്റെ കയ്യിലുള്ള എന്തുകൊണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ടോ? കയ്യിലെത്തിയിട്ടുണ്ടോ? സംസാരിച്ചിട്ട് ഒരുപാട് സംസാരിക്കേണ്ട സമയം ഉണ്ടോന്ന് അറിയില്ല. കയ്യിൽ എന്തൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് പറയാൻ. ഇതിനെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോടാ? പൈസ തന്നെ ക്ലാസ് ചെയ്തു ക്ലാസ് കേട്ടില്ല കേട്ടില്ല. ഇസ്ലാമിലെ സ്ത്രീ ദിനം പിന്നീടില്ലേ ഇന്നിവിടെ 2-3 മണിക്കൂർ വെറുതെ ആവരുത് ഇരുന്നത്. റസൂൽ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിന്റെ ഏതൊരു കാര്യം ചർച്ച ചെയ്തുകൊണ്ട് ആരെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കുന്ന ഈ സദസ്സ് കൂടുന്നുണ്ടെങ്കിൽ നാനാഭാഗത്തും വട്ടമിട്ട് കറങ്ങും സ്വർഗത്തിന് പറയാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്താ അറിയാം, നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്തുകൊണ്ട് ചില തെറ്റുകളുണ്ടാവില്ല. ഞാൻ പോലും അറിയാതെ ഞാൻ പറഞ്ഞ ചില വാക്കുകൾ ചില ആളുകളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ പോലും അറിയാതെ. അതൊക്കെ അള്ളാഹുവിന്റെ ശുപാർശ പറയുന്നു. എന്താ പറയാ, എന്റെ അടിമ അവിടെ നിന്റെ മാർഗത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്, അവർക്ക് ഈ പുറത്തു കൊടുക്കണേ. ഞാൻ പറയും ഒരു സഹാബത്തിന്റെ ചരിത്രം പറയട്ടെ, പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. ഉമറിന്റെ ചരിത്രമുണ്ട്, അത് പറയുന്നതിൽ അരമണിക്കൂർ നീണ്ടു വരും. അത് പറയുന്നില്ല, രണ്ടാളുകളെ കുറിച്ച് പറയും. 10 സഹാബാക്കളുടെ പേര് ചോദിച്ചപ്പോൾ സഹാബത്തിന്റെ പേര് പറഞ്ഞു. എന്തായിരുന്നു? അബ്ദുറഹ്മാനും അബ്ദുല്ലാഹിനും ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുറഹ്മാനും സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിനും ജഹ്ഷ് റളിയല്ലാഹു അൻഹു കൂടി ഒരു ചെറിയ സംഭാഷണം നടത്തിയിട്ടുണ്ട്. അവർക്ക് എത്രത്തോളം ദുനിയാവിന് പ്രാധാന്യം കൊടുത്തു എന്ന് മനസ്സിലാക്കണം. കേൾക്കൂലേ? കേൾക്കൂലേ? ഉഹുദ് യുദ്ധം നടന്നത് ഏത് മാസത്തിലാണ് അറിയോ? ഇസ്ലാമിലെ ഒട്ടുമിക്ക യുദ്ധങ്ങൾ നടന്നത് ഒരു മാസത്തിലാണ്. ഇസ്ലാമിലെ ഒട്ടുമിക്ക യുദ്ധങ്ങൾ നടന്നത് ഒരു മാസത്തിലാണ്. അതുപോലെ ഉഹുദ് യുദ്ധം നടന്നത് ഏത് മാസത്തിലാണ്? ഇത്രയും പറഞ്ഞത് തുടരില്ലേ? റമദാൻ 17 എന്ന പ്രത്യേകത അതാണ്. ഇസ്ലാമിലെ ഒട്ടുമിക്ക യുദ്ധം നടന്നതും റമദാനിൽ, ഉഹുദ് നടന്നതും അതായിക്കോട്ടെ ഏത് മാസം? റമദാൻ മാസം. രണ്ടുപേരും അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്കുണ്ടാവില്ലേ കസിൻസ് എല്ലാവരും കൂടി കഴിഞ്ഞാൽ രാത്രി അധികോളം സംസാരിച്ചുകൊണ്ടിരിക്കും, രാവിലെ ആകുന്നത് വരെ. അതുപോലെ കസിൻസ് കൂടിയതല്ല, ഫ്രണ്ട്സും കൂടിയതല്ല. നാളെ ഉഹുദ് യുദ്ധമാണ്. തലേന്ന് ടമ്പടിച്ചിട്ട് ഉഹുദിന് വേണ്ടിയിട്ട് സഅദും അബ്ദുല്ലയും കൂടിയിരിക്കുക. ഒരവരോട് പറയുന്നതാണ്, കഴിഞ്ഞ ബദർ കഴിഞ്ഞു, മുസ്ലിങ്ങൾ വിജയിച്ചിട്ടുണ്ട്, ഇസ്ലാമിന്റെ ശത്രുക്കൾ നല്ലോണം പ്രയാസപ്പെട്ടിട്ടുണ്ട്, അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കാൻ മാത്രം മുസ്ലിങ്ങളോട് ദേഷ്യമുള്ള മനുഷ്യന്മാരാണ് ആ ആൾക്കാർ. രണ്ടുപേരും പറയുന്നതാ, നാളെ ഉഹുദിന്റെ യുദ്ധരണാകണം നേരിട്ട് കാണാനുള്ളവരെ നമ്മൾ ആ ഉഹുദിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ആ എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്ന റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് ചോദിക്കണം. ആ സമയത്തെ സഅദ് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബേ, നാളെ ഉഹുദിന്റെ യുദ്ധരണാകണത്തിന് ഇസ്ലാമിന്റെ ശത്രുക്കൾ 4 ഭാഗവും പറയണം. എന്നിട്ടോ എന്റെ കൈകളാൽ, എന്റെ ഈ കരങ്ങളാൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തല അങ്ങ് വെട്ടി മാറ്റണം, മുറിച്ചു മാറ്റണം. കുറച്ചു കഴിഞ്ഞു അബ്ദുള്ള ആമീൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക്. അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയോ? റബ്ബേ, നാളെ ഉഹുദിന്റെ യുദ്ധരണാകണത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്റെ കണ്ണുകൾ നൊയഞ്ഞെടുക്കണം, തുറന്നെടുക്കണം. എന്റെ കണ്ണും കാതും മൂക്കുമെല്ലാം ഇസ്ലാമിന്റെ ശത്രുക്കൾ വെട്ടി വെട്ടി മാറ്റണം. എന്തിനു വേണ്ടിയിട്ടാ? എന്റെ മരണം കഴിഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് റബ്ബ് ചോദിക്കും, അബ്ദുള്ള എന്തു പറ്റിയതാ? പറഞ്ഞു കൊടുക്കണം എനിക്ക്. റബ്ബേ, നിന്റെ മാർഗത്തിൽ എന്റെ ശരീരം മുഴുവനായിട്ടും ഞാൻ നൽകിയിട്ടുണ്ട് എന്ന്. സംഭാഷണം കഴിഞ്ഞു, ഉഹുദ് യുദ്ധം കഴിഞ്ഞു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരു ശരീരത്തെ കണ്ടു. എങ്ങനെയാ കണ്ടത്? ഒരു അമ്പിൽ കോർത്തു വെച്ചു. കണ്ണും കാതും മൂക്കുമെല്ലാം ഒരു അമ്പിൽ കോർത്തു വെച്ചിട്ടുണ്ട്. ഉടലും തലയുമായിട്ട് വികൃതമായി കിടക്കുന്ന ശരീരത്തെ കണ്ടു. കണ്ട സമയത്ത് മുടി കുറച്ച് നീണ്ടതായതുകൊണ്ട് സഅദിന് മനസ്സിലായി അബ്ദുല്ലാഹ് അതാണ് എന്ന്. സമയത്ത് സഅദ് പറയാണ്, അബ്ദുള്ള, എന്റെ പ്രാർത്ഥനയെക്കാളും എത്രയോ നല്ല പ്രാർത്ഥനയല്ലേ നിന്റെ പ്രാർത്ഥന എന്ന്. മഹാനായ ഉമർ അവസാനം മരിക്കാൻ കിടക്കണം.
കുത്തിയിട്ടുണ്ട്. മജൂസി എന്ന് പറയുന്ന മനുഷ്യന് അടിവയറിൽ കുത്തിയിട്ടുണ്ട് കടാര കൊണ്ട്. വിഷം ആട് ഇറങ്ങിയിട്ടുണ്ട്. ഖത്തലിനി എന്ന നിസ്കാരത്തിൽ വിളിച്ചു പറഞ്ഞു. ആ മാറി നിന്നു. നിസ്കാരം പൂർത്തിയായിട്ടില്ല. ഒന്നാമത്തെ റക്അത്തും പൂർത്തിയായിട്ടില്ല. ആ ഉമറിനെ മാറി നിൽക്കുമ്പോ ഉമറിന്റെ ബോധം നഷ്ടപ്പെട്ടു. മരിച്ചിട്ടില്ല. നീക്കണല്ലോ, വസിയത്ത് ഒരുപാടുണ്ട് പറയാൻ. സഹാബാക്കളെ വിളിച്ചു, ഓരോ ആളുകളെയും വിളിച്ചു, മകനെയും വിളിച്ചു, ഉമറിനെ ഉമറിനെ വിളിച്ചു, ഒരുപാട് വൈദ്യന്മാരെ ഡോക്ടർമാരെ വിളിച്ചു. ഡോക്ടർമാർ ഉമറിനെ കണ്ടു. ഉമറെ എന്റെ കാലം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉമർ ആശ്വസിച്ചു. ഉമർ ചോദിച്ചു, ആരാണ് കുത്തിയിട്ടുള്ളത്? സ്ത്രീകളിൽ നിന്നാണോ അതല്ല ഇസ്ലാമിലെ പുറത്താണോ? സ്ത്രീകളിൽ നിന്നാണ് എങ്കിൽ സങ്കടപ്പെടാം. എന്താ, ഉമർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഫിത്നകൾ കടന്നു വന്നു എന്ന് പറഞ്ഞിട്ട് ഉമർ സങ്കടപ്പെടാമായിരുന്നു. പക്ഷേ ബാക്കിൽ നിന്നും പറഞ്ഞു ഒരു സഹാബത്ത്, ഉമറെ എന്നെ കൊന്നിട്ടുള്ളത് ആരാ? ജൂതനായിട്ടുള്ള മജൂസിയാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു. ഉമറിന്റെ ബോധം നഷ്ടപ്പെട്ടു. മകന് വന്നു. ഉപ്പ എഴുന്നേൽക്കുന്നില്ല. ഉപ്പയെ എഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞു. സഹാബാക്കളോട് പറഞ്ഞു, എന്താണ്? ഉപ്പയോട് പറയണം അസ്സലാത്ത്, നിസ്കാരം എന്ന് പറയണം. ഉപ്പ അത് കേട്ട് കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നു പറയാം. സലാത്ത് എന്ന് പറഞ്ഞു. ഉപ്പാന്റെ കാതിൽ, ഉമറിന്റെ കാതിൽ. ഉമർ എഴുന്നേറ്റു. ജനങ്ങൾ നിസ്കരിച്ചോ? സഹാബാക്കൾ പറഞ്ഞു, ജനങ്ങൾ നിസ്കരിച്ചു പറയും. ഉമർ നിസ്കരിച്ചിട്ടില്ല. ഉമർ നേരെ എഴുന്നേറ്റു. ചാരി നിന്നു. അടിവയറെങ്ങനെയായിരുന്നു? ഉടലുകളെല്ലാം പുറത്തോട്ട് വന്നിട്ടുണ്ട്. രക്തം വാർന്നു വഹിക്കുന്നുണ്ട്. സഹാബാക്കള് ഈത്തപ്പഴത്തിന്റെ വെള്ളവും അതുപോലെ പാലും കൂടി ചേർത്ത് കൊടുത്തിരുന്നു. കുടിക്കുന്നു. അതുപോലെ ഉടലിലൂടെ പുറത്തോട്ട് വരുന്നുണ്ട്. ഗൗരവം മനസ്സിലാക്കി. ഉമർ എഴുന്നേറ്റ് നിന്നു. ചാരി നിന്നു. വെള്ളം തോർത്തുകൊണ്ടെടുത്ത് ആ കുടലുകളെല്ലാം കെട്ടിത്തൂക്കി സുബഹി നിസ്കാരം പൂർത്തിയാക്കി. നിസ്കാരം കഴിഞ്ഞു. സഹാബാക്കളോട് തിരിഞ്ഞു. ഉമർ പറഞ്ഞു, ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്, നിസ്കാരം ഒഴിവാക്കുന്നവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്, നമസ്കാരം ഒഴിവാക്കുന്നവർക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനം കൊടുക്കുന്നില്ല. റസൂൽ ഇസ്രാ മിഅ്റാജ് യാത്ര പോയി. റസൂൽ രണ്ടുപേര് ആകാശത്ത് കണ്ടു. എങ്ങനെയാ കണ്ടത്? രണ്ടുപേരും ഫേസ് ടു ഫേസ് മുഖാമുഖം നിൽക്കുന്നുണ്ട്. രണ്ടുപേരും എന്താ ചെയ്യുന്നത്? ഒരാൾ വലിയ കല്ലെടുത്ത് മറ്റവന്റെ തലയിൽ ആഞ്ഞടിക്കണം. തല രണ്ടായിട്ട് പിളർന്ന് രക്തം വാർന്നൊലിച്ച് അവിടുന്ന് മരണപ്പെടുന്നുണ്ട്. അള്ളാഹ് കുറച്ച് കഴിഞ്ഞിട്ട് അവര് ജീവൻ കൊണ്ടു കൊടുക്കുക. രണ്ടുപേരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരത്തിൽ. പ്രവാചകനെ കണ്ടു. ഈ രംഗം തൊട്ടടുത്തേക്ക് ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ ഇതെന്താണ് സംഭവം? എന്താ ചോദിച്ചത്? ഇതാരാണ്? എന്താണത്? ആ സമയത്ത് എന്താ ജിബ്രീൽ പറഞ്ഞത്? ഈ രണ്ടുപേരും ദുനിയാവിലായിരിക്കുന്ന സമയത്ത് നിസ്കരിച്ചിരുന്നു. പ്രയാസങ്ങളില്ല. പക്ഷേ കല്യാണം വരുമ്പോ, സ്കൂളിൽ സ്പോർട്സ് വരുമ്പോ, ആർട്സ് വരുമ്പോ, എന്തെങ്കിലും കല്യാണമോ കളിയാട്ടമോ വരുമ്പോ അവർ നിസ്കാരത്തെ ഒഴിവാക്കും. കഥ ആക്കാറുണ്ട്. ഇസ്ലാമില് കഥ എന്നുള്ള വാക്കില്ലട്ടോ. പറഞ്ഞു ആർക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. രോഗിയാണോ രോഗിയാണോ തീരെ വയ്യേ നിസ്കരിക്കണം, ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന് ഒരിടവും പറഞ്ഞു കൊടുത്തിട്ടില്ല. 3 ദിവസം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കല്യാണത്തിന് പോയതിന്റെ പേരിൽ, ഇന്ന കാര്യത്തിന് പോയതിന്റെ പേരിൽ അള്ളാഹു ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതല്ല. പറഞ്ഞു ഇസ്ലാമി ഇവൻ മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിൽ ഡിഫറൻസ്, ഒരു വരമ്പ്, 2 ഡിഫറൻസ് ഉണ്ടല്ലോ. 2 ബെഞ്ചസ് 2 ആണുള്ളത്. നല്ലൊരു വരമ്പുണ്ട്. എന്തിനാണത്? രണ്ടാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമും അതുപോലെ ഇസ്ലാമിന് പുറത്തുള്ള ആളുകളും ഡിഫറൻസ് എന്താ? നിസ്കാരമാണ്. നിസ്കരിച്ചിട്ടെങ്കിൽ ഇസ്ലാമിന് പുറത്താ. കൊണ്ട് പറയാട്ടോ, അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സംസാരിച്ചു. പക്ഷേ നമ്മൾ പോലും അറിയാത്ത പല വാക്കുകളും അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹു അത് പുറത്തു തരട്ടെ. ഇരുത്തൽ അല്ലാഹു കബൂലാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തോട് കൂടി പ്രാർത്ഥിക്കുകയാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.